ഇന്ന് രാവിലെ തന്നെ മൊത്തം വാഹനങ്ങളുടെ ഡീറ്റെയിൽസ് ഒക്കെ കാണിക്കണം എന്ന് വെച്ചിട്ട് രാവിലെ തന്നെ വന്നത്. പക്ഷേ വാഹനങ്ങളൊക്കെ കൺജസ്റ്റഡ് ആയിട്ടാണ് പാർക്കിംഗ് ചെയ്തിട്ട് ഇത് എവിടുന്ന് തുടങ്ങുമെന്ന് അറിയാതെ നിൽക്കുന്നു. ആ അറ്റം വരെ വാഹനങ്ങൾ 2 ലൈനായിട്ട് കിടക്കുന്നു. ഒന്നൊരു ഗ്യാപ്പ് പോലും നമുക്ക് വാഹനങ്ങളുടെ ഡീറ്റെയിൽസ് പറയണമെന്നുണ്ടെങ്കിൽ ഒരുപാട് പുതിയ വാഹനങ്ങൾ നമുക്ക് കഴിഞ്ഞ ദിവസങ്ങൾ സ്റ്റോക്ക് കയറിയിട്ടുണ്ട്. ഇതെല്ലാം പുതിയ സ്റ്റോക്കുകളാണ്. ഈ അറ്റം വരെ ഏകദേശം കഴിഞ്ഞ ഒരു 2-3 ദിവസത്തിൽ മാത്രം ഏകദേശം 25-30ഓളം വാഹനങ്ങളുടെ സ്റ്റോക്ക് നമുക്ക് പുതിയ കയറിയിട്ടുണ്ട്. അതിൻ്റെയൊക്കെ പുതിയ വാഹനങ്ങളുടെ വിശേഷങ്ങളാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്കായി കാണിക്കാൻ പോകുന്നത്. കാറൽ ബീറ്റ് വിച്ചേഴ്സിൻ്റെ മറ്റു വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ അനീസ്. നമ്മൾ ഷോറൂമിൻ്റെ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിലെ മക്കരപ്പറമ്പാണ്. മക്കരപ്പറമ്പിൽ നിന്ന് 2 കിലോമീറ്റർ ഉള്ളോട്ട് വരെ വെള്ളാട്ടുപറമ്പ് എന്നുള്ളൊരു വിജ്ജനമായ കുന്നും പ്രദേശം നമ്മൾ ഷോറൂം ലൊക്കേറ്റ് ചെയ്യുന്നത്. ഏകദേശം ഒരു 2 lakh മുതൽ 10 lakhൻ്റെ ബഡ്ജറ്റിൽ നിന്ന് വാഹനങ്ങളാണ് ഇവിടെ സ്റ്റോക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഓൾ കേരള ഫിനാൻസ് ഫെസിലിറ്റി, ഓൾ കേരള ഡെലിവറി തുടങ്ങിയിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ഇവിടെ അവൈലബിൾ ആണ്. വീഡിയോ ആദ്യമായിട്ട് കണ്ടു തുടങ്ങുക. ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരാം. ഒരുപാട് വാഹനങ്ങളുടെ വിശേഷങ്ങൾ കാണിക്കാറുണ്ട്. നേരെ വീഡിയോയിലേക്കോ. അപ്പോൾ നമ്മുടെ ആദ്യത്തെ വാഹനത്തിന് RXZ ഏറ്റവും ഫുൾ ഓപ്ഷൻ വരുന്ന റിനോൾട്ടിൻ്റെ കൈകാറാണ്. 2022 മോഡൽ നിൽക്കുന്ന സിംഗിൾ ഓണർഷിപ്പിൽ നിൽക്കുന്ന ഒരു വാഹനം. KL 32 ആലപ്പുഴ ചേർത്തല രജിസ്ട്രേഷനിൽ ഏറ്റവും ഫുൾ ഓപ്ഷൻ വരുന്ന എല്ലാ ഫീച്ചേഴ്സ് കാര്യങ്ങൾ എല്ലാം നിൽക്കുന്ന ഒരു അടിപൊളി കണ്ടീഷനിൽ നിൽക്കുന്ന ഒരു വാഹനം. 1 ലിറ്റർ പെട്രോൾ എഞ്ചിനിൽ വരുന്ന വാഹനം കൂടിയാണിത്. ഇതിൻ്റെ കീ ഞാൻ മുമ്പത്തെ വീട്ടിലേക്ക് കാണിച്ചാണ്. കീ റിമോട്ട് ടൈപ്പ് കീ ആണ് നമുക്ക് ഈ കൈഗറിനകത്തൊക്കെ വന്നിട്ടുള്ളത്. കൈഗർ അതേപോലെ തന്നെ റിനോൾട്ടിൻ്റെ ട്രൈബർ വാഹനങ്ങളിലൊക്കെ ഫുൾ ഓപ്ഷനിൽ വരുന്നൊരു കീ ആണിത്. പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ ഒരു ഫോൺ പോലൊക്കെ അല്ലെങ്കിൽ ഒരു റിമോട്ട് പോലൊക്കെ നമുക്ക് ഫീൽ ചെയ്യും. ഇതിന് ഏറ്റവും വലിയൊരു യുണീക്ക് ഫീച്ചറുണ്ട് ഈ കീക്ക്. നമ്മളൊരു വാഹനത്തിന് നമ്മൾ ഇത് പോക്കറ്റിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ ഇത് ഓട്ടോമാറ്റിക് നമുക്ക് ലോക്കും അൺലോക്കും. നമ്മൾ വാഹനത്തിൻ്റെ അടുത്തെത്തിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് നമ്മൾ സ്വിച്ച് ഒന്ന് പ്രസ് ചെയ്യാതെ തന്നെ വാഹനം അൺലോക്ക് ആവും. വാഹനത്തിന് നിശ്ചിത ഡിസ്റ്റൻസ് മാറി നിന്ന് കഴിഞ്ഞാൽ ഇത് ലോക്കും ആവും എന്നുള്ളൊരു നല്ല അടിപൊളി ഫീച്ചറുണ്ട്. RXZ എന്നുള്ള വേരിയൻ്റ് ആയതുകൊണ്ട് തന്നെ എല്ലാ ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്നു. അലോയ് വീൽസ് വരുന്നുണ്ട്, മിറർ ഇൻഡിക്കേറ്റർ വരുന്നുണ്ട്, മിറർ ഫോൾഡിംഗ് വരുന്നുണ്ട്, ഓട്ടോ ക്ലൈമറ്റ് AC വരുന്നുണ്ട്, സ്റ്റിയറിംഗ് കൺട്രോൾസ്, പുഷ് ബട്ടൺ സ്റ്റാർട്ട്, ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം, സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ്, ബാക്ക് വൈപ്പർ, ഡിഫോഗർ തുടങ്ങിയിട്ടുള്ള എല്ലാവിധ ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം നിൽക്കുന്ന നല്ല അടിപൊളി കണ്ടീഷനിൽ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് നിൽക്കുന്ന ഒരു വാഹനം. ആ ടൈൽ ലൈറ്റിനൊക്കെ ഡിസൈനൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരു C ടൈപ്പ് ഡിസൈനാണ് വന്നിട്ടുള്ളത്. എക്സ്റ്റീരിയർ വാങ്ങലൊന്നും കാര്യപ്പെട്ട പരിക്കോ നെഗറ്റീവ്സോ കാര്യങ്ങളൊന്നും പറയാനില്ല. റിവേഴ്സ് പാർക്കിംഗ് സെൻസർ, റിവേഴ്സ് ക്യാമറ തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും കമ്പനിനെ ഇൻബിൽഡ് ആയിട്ട് വരുന്നുണ്ട്. ഇന്റീരിയറിലേക്ക് കിടക്കുകയാണെങ്കിൽ നല്ലൊരു അടിപൊളി സീറ്റ് കവറൊക്കെ ഇതിനകത്ത് വന്നിട്ടുണ്ട്. എസ്പെഷ്യലി ചാർജിങ്, അതായത് വയർലെസ് ചാർജിങ് പ്ലോട്ട് വരെ ഇതിനകത്ത് വന്നിട്ടുണ്ട്. നമുക്കിങ്ങനെ ഫോൺ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി വയർലെസ് ചാർജ് ചെയ്യാൻ പറ്റും. ഡാഷ്ബോർഡ് കാര്യങ്ങളെല്ലാം നല്ല വൃത്തിയിൽ നിൽക്കുന്നു. 2022 ആയതുകൊണ്ടാണ് ഈ ഒരു ഫീച്ചർ ഇതിനകത്ത് വന്നിട്ടുള്ളത്. ഇതിന് മുമ്പത്തെ മോഡലിലൊന്നും ഈ ഒരു ഫീച്ചർ കണ്ടിട്ടില്ലായിരുന്നു. വയർലെസ് ചാർജ് 2022 ആയിരിക്കും ഇത് ലോഞ്ച് ചെയ്തിട്ടുണ്ടാവും. പിന്നെ ഒരു ഗ്രാഫിക് ഡിസൈൻ ചെറിയൊരു പാറ്റേണിൽ ചെറിയൊരു ചേഞ്ച് ഈ ഒരു ഭാഗത്ത് ഡാഷ്ബോർഡിൻ്റെ ഭാഗത്ത് വന്നിട്ടുണ്ട്. പിന്നെ ഹാൻഡ് റെസ്റ്റും കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട്. ഒരു ഷട്ടർ പോലുള്ള ഒരു ഗ്ലോ ബോക്സ് ഇവിടെ വന്നിട്ടുണ്ട്. അങ്ങനെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് നിൽക്കുന്ന ഒരു ഇൻറ്റീരിയർ, എക്സ്റ്റീരിയറും ഇൻറ്റീരിയറും നല്ല വെൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ഈ ഒരു കളർ തന്നെ ഒരു യൂണീക്ക് കളറാണ്. സാധാരണ ഇതിൽ മറ്റുള്ള വാഹനങ്ങളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അത്യാവശ്യം നമുക്കൊരു ഒരു അട്രാക്ഷൻ ഫീൽ ചെയ്യുന്ന രീതിയിലൊരു കളറാണ് ഇത് വന്നിട്ടുള്ളത്. മാനുവൽ ഗിയർ ബോക്സിൽ വരുന്നൊരു വാഹനം കൂടിയാണിത്. ഓൾമോസ്റ്റ് 50-60% ടയർ കണ്ടീഷൻ നിൽക്കുന്നത്. എഞ്ചിൻ ഭാഗം നോക്കുകയാണെന്നുണ്ടെങ്കിലും പരിക്കും ഡാമേജ് കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. ഓയിൽ ലീക്ക് കാര്യങ്ങളൊന്നും സാധാരണ ഇതിനകത്ത് പ്രശ്നങ്ങളൊന്നും കാണാനില്ല. ക്രോസ് ബമ്പർ കാര്യങ്ങളൊന്നും ഡാമേജ് ഇല്ല. ബോണറ്റിൻ്റെ പേസ്റ്റിംഗ് ഒക്കെ സ്റ്റോക്ക് കണ്ടീഷന്. പിന്നെ അതേപോലെ തന്നെ ഗ്ലാസ് കാര്യങ്ങളൊന്നും റീപ്ലേസ് നിലവിലെ കണ്ടീഷനിൽ വന്നിട്ടില്ല. അപ്പോൾ അത്യാവശ്യം നല്ലൊരു വൃത്തിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള 2022 മോഡലിൽ നിൽക്കുന്ന റിനോൾട്ടിൻ്റെ കൈഗർ RXZ എന്നുള്ള ഫുൾ ഓപ്ഷൻ വരുന്ന വാഹനം സ്വന്തമാക്കാം. 6,15,000 രൂപയ്ക്ക് 6.15 നിങ്ങൾക്ക് 0 ഡൗൺ പേയ്മെൻറ്റ് ലോൺ സൗകര്യം അവൈലബിൾ ആണ്. നെഗറ്റീവ്സ് കാര്യങ്ങളൊന്നുമില്ല. മാക്സിമം പ്രൈസ് കുറച്ചിട്ട് മാക്സിമം ലോൺ കൂട്ടി കൊടുക്കണം. അല്ലാതെ നെഗറ്റീവ്സ് കാര്യങ്ങൾ ഇല്ലാതെയാണ് ഈ വാഹനം സെയിൽ ചെയ്യുന്നത്. അപ്പോൾ 5 വർഷത്തേക്കായിരിക്കും ഇതിൻ്റെ EMI സൗകര്യം ലഭിക്കുന്നത്. ഏകദേശം ഒരു 14 സംതിങ് വെച്ചിട്ടാണ് ഇതിൻ്റെ EMI വരിക. നമ്മുടെ അടുത്ത വാഹനം ഒരു CVT ഗിയർ ബോക്സിൽ വരുന്ന ഹോണ്ടയുടെ ജാസ് എന്ന വാഹനം. 2016 മോഡൽ നിൽക്കുന്ന ഹോണ്ട ജാസ് V എന്നുള്ള ഓപ്ഷനിൽ വരുന്നൊരു വാഹനമാണ്. സിംഗിൾ ഓണർഷിപ്പിൽ നിയർ ബൈ 1 lakh കിലോമീറ്റർ ഓടിയുള്ള വാഹനം. KL 16 ആറ്റിങ്ങൽ രജിസ്ട്രേഷനിൽ വരുന്നൊരു വാഹനമാണിത്. സിംഗിൾ ഓണർഷിപ്പാണ്. പ്രോപ്പർ കമ്പനി സർവീസ് കാര്യങ്ങളെല്ലാം പോയിട്ടുണ്ട്. IV ടെക് എഞ്ചിനിൽ വരുന്നൊരു വാഹനം കൂടിയാണിത്. IV ടെക് എഞ്ചിൻ ഞാൻ എല്ലാ മുമ്പത്തെ വീട്ടിലൊക്കെ പറഞ്ഞ പോലെ തന്നെ പ്രത്യേകിച്ച് കിലോമീറ്റർ ആയെന്ന് വെച്ചിട്ട് ഒരു മെയിൻ്റനൻസോ കാര്യങ്ങളൊന്നും വരാൻ സാധ്യത വളരെ കുറവുള്ള ഒരു എഞ്ചിനാണ് IV ടെക് എഞ്ചിന് വരുന്ന ഹോണ്ടയുടെ വാഹനങ്ങൾ. V എന്നുള്ള വേരിയൻ്റ് ആയതുകൊണ്ട് തന്നെ അലോയ്സ് വരുന്നുണ്ട്, മിറർ ഫോൾഡിംഗ് വരുന്നുണ്ട്, മിറർ ഇൻഡിക്കേറ്റർ വരുന്നുണ്ട്, സ്റ്റിയറിംഗ് കൺട്രോൾസ് വരുന്നുണ്ട്, ഓട്ടോ ക്ലൈമറ്റ് AC വരുന്നുണ്ട്, കമ്പനി ഇൻബിൽഡ് മ്യൂസിക് സിസ്റ്റം, ഡുവൽ എയർ ബാഗ്, ABS, ബ്ലൂടൂത്ത് കണക്ടിവിറ്റി, സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ്, ബാക്ക് വൈപ്പർ, ഡിഫോഗർ തുടങ്ങിയിട്ടുള്ള എല്ലാ ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്നു. റിവേഴ്സ് പാർക്കിംഗ് സെൻസർ ഇതിനകത്ത് അഡീഷണൽ ആയിട്ട് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ എക്സ്റ്റീരിയർ ഭാഗം നോക്കുകയാണെങ്കിൽ നല്ല വൃത്തിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ചെറിയ രീതിയിലുള്ള റീപെയിൻറ്റ് വർക്കുകൾ മാത്രമാണ് ചെറിയ പോരായ്മകളായിട്ടുള്ളത്. ബമ്പറിനകത്തൊരു ചെറിയ റീപെയിൻറ്റ് വർക്ക് കാണുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ റണ്ണിംഗ് ബോർഡിൻ്റെ ഭാഗത്ത് ചെറിയ റീപെയിൻറ്റ് വർക്ക് കിടക്കുന്നു. അങ്ങനെ ചെറിയ പോരായ്മകൾ ഇത്രയും വർഷം യൂസ് ചെയ്ത വാഹനമായതുകൊണ്ട് എന്തായാലും അത്തരത്തിലുള്ള നെഗറ്റീവ്സുകൾ എന്തായാലും ചെറിയ രീതിയിലെങ്കിലും നമ്മൾ കാണണം. പിന്നെ മാത്രമല്ല ടയർ കണ്ടീഷനൊക്കെ നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് ഒരു 70-80% ടയേഴ്സും കിടക്കുന്നുണ്ട്. ഒരു വെറൈറ്റി ടൈപ്പ് ടയേഴ്സാണ് അതിനകത്ത് കിടക്കുന്നത്. സാധാരണഗതിയിൽ നിന്ന് നമ്മൾ കണ്ട് മടുത്തിട്ടുള്ള ത്രെഡിൽ നിന്ന് മാറിയിട്ട് വേറെ ടൈപ്പ് ത്രെഡാണ് ഈ ഒരു കമ്പനി. സാധാരണ നമ്മുടെ ഏത് കമ്പനി ആയിരുന്നു? കെൻഡ എന്ന് പറഞ്ഞൊരു കമ്പനിയാണ്. ചൈനീസ് കമ്പനിയാണിത്.
അതുകൊണ്ടാണ് ത്രെഡിൽ വ്യത്യാസം വന്നിട്ടുള്ളത്. ഇൻറ്റീരിയർ ഭാഗത്തേക്ക് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല സീറ്റ് കവറൊക്കെ ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്, അഡീഷണൽ കവറായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ സ്റ്റിയറിംഗ് കൺട്രോൾസ് വന്നിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓട്ടോ ക്ലൈമറ്റ് AC, കമ്പനി സ്റ്റീരിയോ, റിവേഴ്സ് പാർക്കിംഗ് സെൻസർ തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് വന്നിട്ടുണ്ട്. ഡാഷ്ബോർഡ് കാര്യങ്ങളെല്ലാം നല്ല വിശാലമായിട്ട് നിൽക്കുന്നു. സ്റ്റിയറിംഗ് കവറൊക്കെ ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല പ്രീമിയം ക്വാളിറ്റിയിൽ തന്നെ വാഹനം മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഡുവൽ എയർ ബാഗും ABS ഈ ഒരു വാഹനത്തിനകത്ത് വന്നിട്ടുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ നല്ല വൃത്തിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ഒരു CVT ഗിയർ ബോക്സിൽ വരുന്നൊരു വാഹനം. കാര്യപ്പെട്ട പരിക്ക് കാര്യങ്ങളൊന്നും നെഗറ്റീവ്സ് കാര്യങ്ങളൊന്നും വരാൻ സാധ്യതയില്ലാത്ത കംപ്ലൈൻറ്റും കാര്യങ്ങളൊക്കെ ചാൻസ് വളരെ കുറഞ്ഞിട്ടുള്ളൊരു വാഹനം കൂടിയാണ് ഹോണ്ടയുടെ ഈ CVT ഗിയർ ബോക്സിൽ വരുന്ന ഹോണ്ട ജാസ് 2016 മോഡൽ നിൽക്കുന്ന ഈ ഒരു വാഹനം. എൻജിൻ ഭാഗം നോക്കുകയാണെന്നുണ്ടെങ്കിൽ പരിക്കോ കാര്യങ്ങളൊന്നുമില്ല, നല്ല വൃത്തിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഓയിൽ ലീക്കോ കാര്യങ്ങളൊന്നുമില്ല. നെഗറ്റീവ്സ് കാര്യങ്ങളൊന്നും എഞ്ചിൻ്റെ ഭാഗത്തൊന്നും പറയാനില്ല. ആക്സിഡൻറ്റ് മേജറായിട്ടുള്ള പരിക്കോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല. ബ്ലോണ്ട് വേസ്റ്റിംഗ് കാര്യങ്ങളെല്ലാം ഓക്കെയാണ്, സ്റ്റോക്ക് കണ്ടീഷനാണ്. ഈ ഒരു ഹെഡ്ലൈറ്റ് മാത്രം റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഹെഡ്ലൈറ്റിൻ്റെ ഒരു ഹെഡ്ലൈറ്റിൻ്റെ കളറിൽ കാണുമ്പോൾ തന്നെ ചെറിയ വ്യത്യാസം ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു ഹെഡ്ലൈറ്റ് റീപ്ലേസറാണ്, പക്ഷേ അത് ഉള്ളിലേക്ക് ഇമ്പാക്റ്റോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല. മേ ബി സ്ക്രാച്ച് ഉടൻ്റെ എന്തെങ്കിലും വന്നതിന് ശേഷം റീപ്ലേസ് ചെയ്തായിരിക്കാം. വേറെ കാര്യപ്പെട്ട പരിക്ക് കാര്യങ്ങളൊന്നുമില്ലാത്ത അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ക്വാളിറ്റിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള പ്രോപ്പർ സർവീസ് കാര്യങ്ങളെല്ലാം മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ഒരു വാഹനം സ്വന്തമാക്കാം. 5,30,000 രൂപയ്ക്ക് 5,30 നിങ്ങൾക്ക് ലോൺ സൗകര്യം അവൈലബിൾ ആണ്. 0 ഡൗൺ പേയ്മെൻറ്റിൽ സ്വന്തമാക്കാൻ പറ്റിയ മറ്റൊരു വാഹനം കൂടിയാണിത്. നെഗറ്റീവ്സ് ഒന്നും പറയാനൊന്നുമില്ല, കാരണം ചെറിയ കിലോമീറ്റർ കുറച്ച് കൂടുതലുണ്ട് മാത്രമേ നെഗറ്റീവുള്ളൂ. അല്ലാത്ത രീതിയിലുള്ള നെഗറ്റീവ്സ് കാര്യങ്ങളൊന്നുമില്ല. 5,30 നമുക്ക് 5 വർഷത്തേക്കായിരിക്കും ഇതിൻ്റെ ലോൺ സൗകര്യം ലഭിക്കുന്നത്. ഏകദേശം ഒരു 13 രൂപ റേഞ്ചിലാണ് ഇതിൻ്റെ EMI വരിക. മറ്റൊരു കൈഗർ കൂടി നമ്മൾ നേരത്തെ കാണിച്ച 1 ലിറ്റർ എഞ്ചിനിൽ വരുന്ന കൈഗറായിരുന്നു. ഇതും 1 ലിറ്ററാണ്, പക്ഷേ ഇത് ടർബോ വരുന്ന എഞ്ചിനാണിത്. ടർബോ വരുന്ന എഞ്ചിനായതുകൊണ്ട് അത്യാവശ്യം നല്ല പവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു വാഹനം. 2021 മോഡൽ നിൽക്കുന്ന റിനോൾട്ടിൻ്റെ കൈഗർ RXT എന്നുള്ള പേരിൽ സിംഗിൾ ഓണർഷിപ്പിൽ 50,000 കിലോമീറ്റർ ഓടിയിലേക്ക് 69 രജിസ്ട്രേഷൻ വരുന്ന വാഹനം. സിൽവർ കളർ അത്യാവശ്യം നല്ല വൃത്തിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ഒരു വാഹനം. അധികം റീപെയിൻറ്റോ കാര്യങ്ങളൊന്നും കയറാത്ത രീതിയിൽ മിഡിൽ ഓപ്ഷനിൽ വരുന്ന വാഹനമാണ്. RXT ഓപ്ഷൻ, അതായത് RXTയുടെയും RXZൻ്റെയും ഇടയിൽ വരുന്നൊരു വേരിയൻ്റാണിത്. കാരണം എന്താ വെച്ചാൽ ഇതിനകത്ത് പുഷ് ബട്ടൺ സ്റ്റാർട്ട് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഇതിനകത്ത് വന്നിട്ടുണ്ട്. ഏറ്റവും വലിയ ഹൈലൈറ്റ് ടർബോ ഈ ഒരു വാഹനത്തിനകത്ത് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നമുക്ക് നല്ല പിന്നെ ഒരു പവർ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് എന്നാണ് ഏറ്റവും വലിയ യൂണിക്ക്. സാധാരണ ഇതിൽ 1 ലിറ്റർ വാഹനത്തിൻ്റെ ഒരു ചെറിയൊരു പോരായ്മയായിട്ട് ഫീൽ ചെയ്യുന്നതിന് കുറച്ചൊരു പവർ കുറവായിരിക്കുമായിരുന്നു. പക്ഷേ അത്യാവശ്യം നല്ല മൈലേജ് കാര്യങ്ങളെല്ലാം കിട്ടും. ഈ ഒരു വാഹനത്തിന് ആ ഒരു പ്രശ്നം വരുന്നില്ല. ടർബോ വരുന്ന എഞ്ചിൻ ആയതുകൊണ്ട് അത്യാവശ്യം നല്ല പവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഈ ഒരു വാഹനം. RXT എന്നുള്ള വേരിയൻ്റ് ആയതുകൊണ്ട് തന്നെ നമുക്കൊരു പിന്നെ ഇതിൻ്റെ ഒരു വീൽ കപ്പിൻ്റെ ഒക്കെ ഡിസൈൻ നോക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് അലോയ് ആണെന്ന രീതിയിൽ തോന്നിക്കുന്ന രീതിയിലാണ് ഇതിൻ്റെ ഒരു വീൽ കപ്പിൻ്റെ ഡിസൈൻ വന്നിട്ടുള്ളത്. ടയർ കണ്ടീഷൻ നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് ഒരു 80-85% ടയർ കണ്ടീഷനും നിൽക്കുന്നുണ്ട് ഈ ഒരു വാഹനത്തിന്. ഇൻറ്റീരിയർ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ അത്യാവശ്യത്തിലധികം വേണ്ട എല്ലാ ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം ഇതിനകത്ത് വന്നിട്ടുണ്ട്. നേരത്തെ കാണിച്ചിട്ടുള്ള ഒരു പിന്നെ റിമോട്ട് ടൈപ്പ് ലോക്കിംഗ് സിസ്റ്റം തന്നെയാണ് ഈ ഒരു വാഹനത്തിനകത്ത് വന്നിട്ടുള്ളത്. പിന്നെ പുഷ് ബട്ടൺ സ്റ്റാർട്ട് വരുന്നുണ്ട്, ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം വരുന്നുണ്ട്, സ്റ്റിയറിംഗ് കൺട്രോൾസ് വരുന്നുണ്ട്, ഡുവൽ എയർ ബാഗ്, ABS തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും വരുന്നുണ്ട്. ഇൻറ്റീരിയർ ഭാഗങ്ങളിൽ കാര്യപ്പെട്ട ചേഞ്ചസ് ആണ് ഇതിൽ RXZും RXTയും തമ്മിൽ കാര്യപ്പെട്ട ചേഞ്ച് കാര്യങ്ങളൊന്നുമില്ല. ഹാൻഡ് റെസ്റ്റും കാര്യങ്ങളും എല്ലാ ഫീച്ചേഴ്സും സെയിം RXZൻ്റെ എല്ലാ കാര്യങ്ങളും ഇതിനകത്തും വന്നിട്ടുണ്ട്. എക്സ്റ്റീരിയറും ഇൻറ്റീരിയറും നല്ല രീതിയിൽ വാഹനം മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഏകദേശം ഓൾമോസ്റ്റ് ഒരു 15 കിലോമീറ്റർ നമുക്ക് പെട്രോൾ മൈലേജും പ്രതീക്ഷിക്കാം എന്നാണ് ഈ ഒരു വാഹനത്തിന് ഏറ്റവും വലിയ പ്രത്യേകത. എഞ്ചിൻ ഭാഗം കൂടി കാണിച്ചു തരാം. എഞ്ചിൻ ഭാഗത്തേക്ക് എടുക്കുകയാണെങ്കിൽ ഇതിനാണ് ടർബോൻ്റെ യൂണിറ്റ് വരുന്നത്. അപ്പോൾ ഈ ഒരു ഭാഗത്താണ് അത് പ്ലേസ് ചെയ്തിട്ടുള്ളത്. ക്രോസ് ബമ്പറോ കാര്യങ്ങൾക്കൊന്നും ഡാമേജ് വന്നിട്ടില്ല. ബോണറ്റിൻ്റെ പേസ്റ്റിംഗ് കാര്യങ്ങളെല്ലാം സ്റ്റോക്ക് കണ്ടീഷനിൽ നിൽക്കുന്നു. ഓയിൽ ലീക്ക് കാര്യങ്ങളൊന്നുമില്ല. ബാറ്ററി സ്റ്റോക്ക് കണ്ടീഷനിൽ നിൽക്കുന്ന ബാറ്ററിയാണ്. വേറെ ഡാമേജും പരിക്കും കാര്യങ്ങളൊന്നുമില്ല. ഗ്ലാസോ കാര്യങ്ങളൊന്നും റീപ്ലേസ് വന്നിട്ടില്ല. അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ഈ ഒരു വാഹനം സ്വന്തമാക്കാം. 5,95,000 രൂപയ്ക്ക് 5,95 നിങ്ങൾക്ക് ലോൺ സൗകര്യം അവൈലബിൾ ആണ്. ഈ ഒരു വാഹനം 0 ഡൗൺ പേയ്മെൻറ്റിൽ സ്വന്തമാക്കാൻ പറ്റിയ ഒരു വാഹനമാണിത്. നമ്മൾ ആദ്യം മുതൽ കാണിച്ച 3 വാഹനങ്ങളും നമുക്ക് 0 ഡൗൺ പേയ്മെൻറ്റിൽ സ്വന്തമാക്കാം. കാര്യപ്പെട്ട നെഗറ്റീവ്സ് കാര്യങ്ങളൊന്നുമില്ല. മാക്സിമം പ്രൈസ് കുറച്ചിട്ട് മാക്സിമം വാഹനങ്ങൾ സെല്ല് ചെയ്യാന്നുള്ള ഒറ്റ ഉദ്ദേശത്തിലാണ് ഈ ഒരു ഇത്രയും നമുക്ക് ലോൺ കയറുന്നത്. കാരണം വെച്ചാൽ ഇതിൻ്റെ ബാങ്കിൻ്റെ കോൺസെപ്റ്റ് പ്രകാരം ഏകദേശം 75-80% വണ്ടിയുടെ മാർക്കറ്റ് വാല്യൂയുടെ ലോൺ കിട്ടുന്നത്. നമ്മൾ പ്രൈസ് കുറയ്ക്കുന്നതുകൊണ്ടാണ് നമുക്ക് ഫുൾ ഓണായിട്ട് 0 ഡൗൺ പേയ്മെൻറ്റിൽ ഈ ഒരു വാഹനങ്ങളെല്ലാം നമുക്ക് ഇറക്കാൻ പറ്റുന്നത്. അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ക്വാളിറ്റിയിൽ നിൽക്കുന്ന ഈ ഒരു വാഹനത്തിന് 5,95 നിങ്ങൾക്ക് ലോൺ സൗകര്യം അവൈലബിൾ ആണ്. 5 വർഷത്തെ മാസക്കാലയളവോട് കൂടി ഏകദേശം ഒരു 14 രൂപ റേഞ്ചിലാണ് ഇതിൻ്റെ EMI വരിക. നമ്മുടെ അടുത്ത വാഹനം വരുന്നത് മാരുതിയുടെ ഒരു SUV സെഗ്മെൻറ്റിൽ നിന്ന് ഡീസൽ എഞ്ചിൻ എന്ന വാഹനം മാരുതി സുസുക്കി ബ്രസ ZD എന്ന വേരിയന്റിൽ സിംഗിൾ ഓണർഷിപ്പിൽ 89,000 കിലോമീറ്ററിൽ 2018 മോഡൽ നിൽക്കുന്ന ഒരു വാഹനം. KL17 മൂവാറ്റുപുഴ എറണാകുളം മൂവാറ്റുപുഴ രജിസ്ട്രേഷനിൽ നിന്നൊരു വാഹനമാണിത്. ZD എന്ന് പറഞ്ഞാൽ ഫുള്ളിൻ്റെ തൊട്ട് താഴെ നിൽക്കുന്ന വേരിയൻറ്റ്, ZD പ്ലസിൻ്റെ തൊട്ട് താഴെ നിൽക്കുന്ന വേരിയൻ്റാണ് ZDI.
ഇത് ബേസിക്കലി അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം ഇതിനകത്തും വരുന്നുണ്ട്. പ്രൊജക്ട് ഹെഡ് ലാമ്പ് വരുന്നുണ്ട്, ഫോഗ് ലാംപ്സ് വരുന്നുണ്ട്, അലോയ്സ് വരുന്നുണ്ട്, മിറർ ഇൻഡിക്കേറ്റർ വരുന്നുണ്ട്, മിറർ ഫോൾഡിംഗ്, കീലെസ് എൻട്രി, ഓട്ടോ ക്ലൈമറ്റ് AC, ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം, സ്റ്റിയറിംഗ് കൺട്രോൾസ്, എയർ ബാഗ്, ABS, സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ്, ബാക്ക് വൈപ്പർ, ഡിഫോഗർ, അങ്ങനെ എല്ലാ ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം ഈ ഒരു ZD എന്നുള്ള വേരിയൻറ്റിനകത്ത് തന്നെ കൊടുക്കുന്നുണ്ട്. ZD പ്ലസ് ആണെന്നുണ്ടെങ്കിൽ ചെറിയ 1-2 ഫീച്ചേഴ്സിൽ മാത്രമേ വ്യത്യാസം വരുള്ളൂ. ബാക്കി ഒരുവിധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഈ ZD എന്നുള്ള വേരിയൻറ്റിനകത്ത് തന്നെ ഇൻബിൽഡ് ആയിട്ട് വരുന്നുണ്ട്. മെയിൻലി വരുന്ന വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ZD പ്ലസിനകത്ത് ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം വരുന്നുണ്ട്. പക്ഷേ ഈ ഒരു വാഹനത്തിനകത്ത് എനിക്ക് തോന്നുന്നത് അഡീഷണലി ചെയ്തതാണ് സെയിം ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം ഇതിനകത്ത് വന്നിട്ടുണ്ട്. ZD പ്ലസിനകത്ത് വരുന്ന ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം ഇതിനകത്ത് ഓൾറെഡി കമ്പനി അഡീഷണലി ആക്സറീസ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ചെറിയ മാറ്റങ്ങൾ മാത്രമാണ് ZD പ്ലസും ZDയും തമ്മിലുള്ളത്. ഇന്ത്യയിലൊക്കെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് നിൽക്കും. സീറ്റ് കവറൊക്കെ ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. ഡാഷ്ബോർഡ് കാര്യങ്ങളെല്ലാം നല്ല വൃത്തിയിൽ നിൽക്കുന്നു. ഓട്ടോ ക്ലൈമറ്റ് AC, ബ്ലൂടൂത്ത് കണക്ടിവിറ്റി, ഡുവൽ എയർ ബാഗ്, ABS തുടങ്ങിയിട്ടുള്ള എല്ലാ ഫീച്ചേഴ്സും ഇതിനകത്ത് വന്നിട്ടുണ്ട്. പ്രോപ്പർ കമ്പനി സർവീസ് കാര്യങ്ങളെല്ലാം ഈ ഒരു വാഹനം പോയിട്ടുണ്ട്. എക്സ്റ്റീരിയർ ഭാഗം നോക്കുകയാണെങ്കിൽ മെയിൻ ഗ്ലാസ് റീപ്ലേസ് ഉണ്ടെന്നുള്ള ചെറിയ പോരായ്മയുണ്ട്. അത് വെച്ച് കഴിഞ്ഞാൽ വേറെ പരിക്കോ കാര്യങ്ങളൊന്നും തന്നെ ഈ ഒരു വാഹനത്തിനകത്ത് വന്നിട്ടില്ല. ഓൾമോസ്റ്റ് ഒരു 15 to 16 റേഞ്ചിൽ നമുക്ക് ഡീസൽ മൈലേജും പ്രതീക്ഷിക്കാവുന്ന ഒരു വാഹനം കൂടിയാണിത്. ടയർ കണ്ടീഷൻ നോക്കുകയാണെങ്കിൽ 75 to 80% ഒരു വാഹനത്തിനകത്ത് അപ്പോഴുടെ ടയറും കിടക്കുന്നുണ്ട്. 80-ന് മുകളിൽ കിടക്കുന്നുണ്ട്. ഫ്രണ്ട് ടയറൊക്കെ ഓൾമോസ്റ്റ് ന്യൂ തന്നെ പറയാം. എഞ്ചിൻ സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബോണറ്റ് കാര്യങ്ങളെല്ലാം പേസ്റ്റിംഗ് കാര്യങ്ങളെല്ലാം ഓക്കെയാണ്. ചെറിയൊരു പേസ്റ്റിങ്ങിൻ്റെ ഒരു പൊട്ട് ഈ ഒരു ഭാഗത്ത് പിന്നെ കാണുന്നുണ്ട്. ചെറിയ ഒരു ലെവലിംഗ് ഈ ഇത്രയും ഭാഗം നടന്നിട്ടുണ്ട്. അപ്പോൾ അത് സ്വാഭാവികമായിട്ടും ഈ ഒരു ഭാഗത്തേക്ക് നോക്കുമ്പോൾ അതിൻ്റെ ഈ ഒരു ഭാഗത്തും അതിൻ്റെ ലെവലിംഗ് ഈ ഒരറ്റത്തിൽ ചെറിയ ലെവലിംഗ് ഈ ഒരു ഭാഗത്തും നടന്നിട്ട് കാണാനുണ്ട്. അല്ലാത്ത രീതിയിലുള്ള പരിക്കോ കാര്യങ്ങളൊന്നുമില്ല. ക്രോസ് ബമ്പറോ കാര്യങ്ങളൊന്നും റീപ്ലേസോ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. ഈ ഒരു സൈഡ് നോക്കുകയാണെങ്കിൽ ഇവിടെയും പേസ്റ്റിംഗ് കാര്യങ്ങളെല്ലാം ഓക്കെയാണ്. അങ്ങനെ വേറെ കാര്യപ്പെട്ട നെഗറ്റീവ്സ് കാര്യങ്ങളൊന്നും എഞ്ചിൻ ഭാഗത്തേക്കോ കാര്യങ്ങൾക്കൊന്നും പരിക്കോ ഡാമേജോ കാര്യങ്ങളോ ഒന്നും വരാത്ത അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള സർവീസ് കാര്യങ്ങളെല്ലാം കമ്പനി ത്രൂ മാത്രം പോയിട്ടുള്ള ഒരു അടിപൊളി കണ്ടീഷനിൽ നിൽക്കുന്ന ഒരു വാഹനം. 2018 മുകളിൽ നിൽക്കുന്ന ബ്രസ ZD വേരിയൻ്റ് വാഹനം സ്വന്തമാക്കാം. 7,25,000 രൂപ നെറ്റ് പ്രൈസോടുകൂടി 7,25,000 ഓൾമോസ്റ്റ് ഒരു 7 ലക്ഷം വരെ നമുക്ക് ഫിനാൻസ് സൗകര്യം അവൈലബിൾ ഉള്ള ഒരു വാഹനം കൂടിയാണിത്. 5 വർഷത്തേക്കായിരിക്കും ഇതിന് ഫിനാൻസ് സൗകര്യം ലഭിക്കുന്നത്. ഏകദേശം EMI വരുന്നത് നമുക്ക് ഏകദേശം ഒരു 15 to 16 രൂപ റേഞ്ചിലാണ് ഇതിൻ്റെ EMI വരിക. നമ്മുടെ അടുത്ത വാഹനം മാരുതിയുടെ മറ്റൊരു ഹാച്ച് ബാക്ക് സെഗ്മെൻറ്റിൽ വരുന്ന വാഹനം പെട്രോൾ എഞ്ചിനിൽ നിൽക്കുന്ന മാരുതിയുടെ ബലേനോ 2017 മോഡലിൽ നിൽക്കുന്ന ഒരു വാഹനം. അൽഫ എന്നാൽ ഏറ്റവും ഫുൾ ഓപ്ഷൻ വേരിയൻ്റ്, നല്ല സ്കേട്ടിങ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് വാഹനം നല്ലൊരു ലുക്കിലേക്ക് വാഹനം മാറിയിട്ടുണ്ട്. സിംഗിൾ ഓണർഷിപ്പിൽ വെറും 43,000 കിലോമീറ്റർ മാത്രമേ ഈ വാഹനം റൺ ചെയ്തിട്ടുള്ളൂ. പെട്രോൾ എഞ്ചിൻ 1.2 ലിറ്ററിൽ എഞ്ചിനാണ് ഈ ഒരു വാഹനത്തിനകത്ത് വരുന്നത്. ഓൾമോസ്റ്റ് ഒരു 15 to 17 റേഞ്ചിൽ നമുക്കൊരു ആവറേജ് മൈലേജ് പ്രതീക്ഷിക്കാവുന്ന ഒരു വാഹനം കൂടിയാണിത്. അൽഫ എന്ന വേരിയൻ്റ് ആയതുകൊണ്ട് തന്നെ എല്ലാ ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്നു. പ്രൊജക്ട് ഹെഡ് ലാമ്പ് വരുന്നു, ഡയലൈറ്റ് റണ്ണിംഗ് ലാമ്പ് വരുന്നു, ഫോഗ് ലാംപ്സ് വരുന്നുണ്ട്. ഫ്രണ്ടിലെ ഒരു ബമ്പറിൻ്റെ സ്കേട്ടിംഗ് ഒക്കെ ഇതിനകത്ത് അഡീഷണൽ ഫിറ്റിംഗ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. അലോയ്സ് വരുന്നുണ്ട്, മിറർ ഇൻഡിക്കേറ്റർ വരുന്നുണ്ട്, മിറർ ഫോൾഡിംഗ് വരുന്നുണ്ട്, ഓട്ടോ ക്ലൈമറ്റ് AC, പുഷ് ബട്ടൺ സ്റ്റാർട്ട്, കീലെസ് എൻട്രി, സ്റ്റിയറിംഗ് കൺട്രോൾസ്, ബ്ലൂടൂത്ത് കണക്ടിവിറ്റി, ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം, സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ്, അങ്ങനെ ബേസിക്കലി എല്ലാ ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്നു. ബാക്കിലേക്ക് വരണമെങ്കിൽ സ്പോയിലർ, ബാക്ക് വൈപ്പർ, ഡിഫോഗർ, പിന്നെ ഒരു ക്രോം എലമെൻറ്റ്സ് കാര്യങ്ങളെല്ലാം ഈ ഒരു അൽഫ എന്നുള്ള വേരിയൻ്റിനകത്ത് വന്നിട്ടുണ്ട്. അഡീഷണൽ ആക്സറീസ് ആയിട്ട് ബാക്കിലും ആ സ്കേർട്ടിംഗ് ബാക്ക് ബമ്പറിനകത്തും വന്നിട്ടുണ്ട്. റണ്ണിംഗ് ബോർഡിനകത്തും ആ ഒരു സ്കേർട്ടിംഗ് അഡീഷണൽ ആക്സറീസ് ആയിട്ട് വന്നിട്ടുണ്ട്. റിവേഴ്സ് പാർക്കിംഗ് സെൻസർ, റിവേഴ്സ് ക്യാമറ ഒക്കെ ഇതിനകത്ത് കമ്പനിന് ഇൻബിൽഡ് ആയിട്ട് വരുന്നുണ്ട്. അൽഫ എന്നുള്ള വേരിയൻ്റ് എടുത്തവർക്കൊന്നും പിന്നെ അഡീഷണൽ ആക്സറീസ് ഒന്നും ചെയ്യേണ്ടതായിട്ടൊന്നും സാധാരണ ഇതിൽ വരാറില്ല. എല്ലാ ഫീച്ചേഴ്സും അൽഫ എന്നുള്ള വേരിയൻ്റിനകത്ത് തന്നെ കമ്പനി ഇൻബിൽഡ് ആയിട്ട് വരുന്നുണ്ട്. എക്സ്റ്റീരിയർ അതേപോലെ തന്നെ ഇൻറ്റീരിയറും നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് നിൽക്കുന്നു. നല്ലൊരു സീറ്റ് കവറൊക്കെ ഇതിനകത്ത് വന്നിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഡാഷ്ബോർഡും കാര്യങ്ങളെല്ലാം നല്ല വൃത്തിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. പ്രോപ്പർ സർവീസ് കാര്യങ്ങളെല്ലാം പോയിട്ടുണ്ട്. ഡുവൽ എയർ ബാഗും ABS ഇതിനകത്ത് വരുന്നു. ഓട്ടോ ക്ലൈമറ്റ് AC വരുന്നുണ്ട്. അങ്ങനെ എല്ലാ ഫീച്ചേഴ്സ് കാര്യങ്ങളും എല്ലാം നിൽക്കുന്ന അടിപൊളി കണ്ടീഷനിൽ നിൽക്കുന്ന ഒരു വാഹനം. എഞ്ചിൻ ഭാഗം കൂടി കാണിച്ചു തരാം. എഞ്ചിൻ ഭാഗത്തേക്ക് എടുക്കണമെങ്കിൽ പരിക്കോ കാര്യങ്ങളൊന്നുമില്ല. അപ്രോൺ ഭാഗങ്ങൾക്കൊന്നും പരിക്കില്ല. ക്രോസ് ബമ്പർ ഡാമേജ് ഇല്ല. ഓയിൽ ലീക്കും ഗ്യാസ്കറ്റ് പാക്കിങ്ങോ കാര്യങ്ങൾക്കൊന്നും ഡാമേജ് ഇല്ല. ഈ ഒരു സൈഡ് നോക്കുകയാണെങ്കിലും ഇവിടെയും പരിക്കോ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. ബോണ്ടിൻ്റെ പേസ്റ്റിംഗ് ഒക്കെ നോക്കുകയാണെങ്കിലും ഒന്നും മാറിയിട്ടില്ല. കാരണം ഈ ഒരു പേസ്റ്റിംഗ് നോക്കിയാൽ മതി. ഇത് അഴിച്ചു കഴിഞ്ഞാൽ ഈ ഒരു പേസ്റ്റിംഗ് കൂടെ പൊട്ടിപ്പോവും. അത് നോക്കിയാൽ തന്നെ മനസ്സിലാവും പേസ്റ്റിങ്ങോ കാര്യങ്ങൾക്കൊന്നും ഡാമേജ് കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. അത്യാവശ്യം നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ഒരു അടിപൊളി കണ്ടീഷനിൽ നിൽക്കുന്ന 2017 മോഡലിൽ നിൽക്കുന്ന മാരുതിയുടെ ബലേന അൽഫ എന്ന വേരിയൻറ്റിൽ നിന്ന് അടിപൊളി കണ്ടീഷനിൽ നിൽക്കുന്ന ഒരു ലോ കിലോമീറ്റർ ഒരു വാഹനം സ്വന്തമാക്കാം. 5,75,000 രൂപക്ക് ഓൾമോസ്റ്റ് 5,25 വരെ നമുക്ക് ഇതിനകത്ത് ലോൺ സൗകര്യം അവൈലബിൾ ഉള്ള ഒരു വാഹനം കൂടിയാണിത്. 5 വർഷത്തെ മാസക്കാലയളോടുകൂടി ഏകദേശം ഒരു 12,500 റേഞ്ചിലാണ് ഇതിൻ്റെ EMI വരിക. അടുത്ത വാഹനം ഡീസലിൽ ഒരു 20 to 22 കിലോമീറ്റർ മൈലേജ് ലഭിക്കുന്ന മാരുതിയുടെ സെഡാൻ സെഗ്മെൻറ്റിൽ ഇരുന്ന വാഹനം മാരുതി സിയാസ് 2016 മോഡലിൽ നിൽക്കുന്ന വാഹനം. സെമി ഹൈബ്രിഡ് എഞ്ചിനിൽ ഇരുന്ന വാഹനമാണ്. ഡീസൽ ZD എന്ന വേരിയൽ KL 08 തൃശ്ശൂർ രജിസ്ട്രേഷനിൽ നിന്ന് സെക്കൻഡ് ഓണർഷിപ്പിൽ നിൽക്കുന്ന ഒരു വാഹനം.
1,00,000 സംതിങ് കിലോമീറ്ററാണ് വാഹനം നിലവിൽ റൺ ചെയ്തിട്ടുള്ളത്. നല്ല അടിപൊളി നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് നിൽക്കുന്ന എക്സ്റ്റീരിയർ ബോഡിയും അതേപോലെ ഇൻറ്റീരിയർ ക്വാളിറ്റിയും ഈ ഒരു വാഹനത്തിനകത്തുണ്ട്. ഡീസലിൽ 22 കിലോമീറ്റർ സെമി ഹൈബ്രിഡ് എഞ്ചിൻ ആയതുകൊണ്ട് നമുക്ക് മൈലേജ് പ്രതീക്ഷിക്കുന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അത്യാവശ്യം മെയിൻ്റനൻസ് കാര്യങ്ങളെല്ലാം താരതമ്യേന കുറഞ്ഞിട്ടുള്ള ഒരു വാഹനം കൂടിയാണ്. നല്ല യാത്രാ കംഫർട്ടുള്ള ഒരു വാഹനം കൂടിയാണിത്. ZD ആയതുകൊണ്ട് തന്നെ പ്രൊജക്ട് ഹെഡ് ലാമ്പ്, ഫോഗ് ലാംപ്സ്, അലോയ് വീൽസ്, മിറർ ഇൻഡിക്കേറ്റർ, മിറർ ഫോൾഡിംഗ്, ഓട്ടോ ക്ലൈമറ്റ് AC, സ്റ്റിയറിംഗ് കൺട്രോൾസ്, കമ്പനി ഇൻബിൽറ്റ് മ്യൂസിക് സിസ്റ്റം തുടങ്ങിയിട്ടുള്ള എല്ലാ ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം നിൽക്കുന്നു. എക്സ്റ്റീരിയർ ഭാഗങ്ങളിലൊന്നും അധികം റീപെയിൻറ്റ് വർക്കോ കാര്യങ്ങളൊന്നും കയറിയിട്ടില്ല എന്നുള്ള ഒരു വണ്ടിയുടെ ഏറ്റവും വലിയ പ്രത്യേകത. നല്ല വൃത്തിയിൽ വാഹനം മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഓൾമോസ്റ്റ് ഒരു 70-75% ടയർ കണ്ടീഷനിൽ നിൽക്കുന്നുണ്ട്. പുഷ് ബട്ടൺ സ്റ്റാർട്ട്, കീലെസ് എൻട്രി തുടങ്ങിയുള്ള ഫീച്ചേഴ്സും ഈ ഒരു വാഹനത്തിനകത്ത് വരുന്നുണ്ട്. ഇന്റീരിയർ ഭാഗത്തേക്ക് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ സീറ്റ് കവർ കാര്യങ്ങളെല്ലാം കമ്പനി ഈ ഒരു വേരിയൻറ്റിനകത്ത് ഇൻബിൽറ്റ് ആയിട്ട് വരുന്നുണ്ട്. ഡാഷ്ബോർഡ് കാര്യങ്ങളെല്ലാം നല്ല വൃത്തിയിൽ നിൽക്കുന്നു. റിവേഴ്സ് ക്യാമറയുടെ ഒരു ഡിസ്പ്ലേ ഒക്കെ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. സ്റ്റിയറിംഗ് കൺട്രോൾസ് വരുന്നു, ബ്ലൂടൂത്ത് കണക്ടിവിറ്റി വരുന്നു, ഓട്ടോ ക്ലൈമറ്റ് AC, സ്റ്റീരിയോ തുടങ്ങിയിട്ടുള്ള എല്ലാ ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്നു. അത്യാവശ്യം നല്ല ഇൻറ്റീരിയർ സ്പേസ്, നല്ല വിശാലമായിട്ടുള്ള ഇൻറ്റീരിയറാണ് സിയാസിന് വാഹനത്തിനകത്ത് മാരുതി ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ആ ഒരു പ്രീമിയം ക്വാളിറ്റി ഫീൽ ചെയ്യുന്ന ഒരു ഡാഷ്ബോർഡും അതിൻ്റെ ഫിറ്റിങ്സും കാര്യങ്ങളെല്ലാം നല്ലൊരു ഒരു പ്രീമിയം ലുക്ക് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. എൻജിൻ സൈഡ് കാണിച്ചു തരാം. എഞ്ചിൻ ഭാഗത്തേക്ക് കിടക്കുകയാണെങ്കിൽ ക്രോസ് ബമ്പറോ കാര്യങ്ങളൊന്നും ഡാമേജ് ഇല്ല, പരിക്കില്ല, അപ്രോൺ ഭാഗങ്ങൾക്ക് ഡാമേജ് ഇല്ല. ഈ ഒരു സൈഡ് നോക്കുകയാണെങ്കിലും പേസ്റ്റിങ്ങോ കാര്യങ്ങൾക്കൊന്നും ഡാമേജ് ഇല്ല. ആ ഒരു 2016 പഴക്കം ആ ഒരു ബ്ലാക്ക് കളർ നമുക്ക് കറക്റ്റായിട്ട് എല്ലാ ഭാഗങ്ങളും വരുന്നുണ്ട്. ഈവൻ ബോണ്ടിൻ്റെ ഇന്നർ സൈഡൊക്കെ നോക്കുകയാണെങ്കിലും ആ ഒരു ബ്ലാക്ക് കളർ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വേറെ മേജറായിട്ടുള്ള പരിക്കോ കാര്യങ്ങളൊന്നും ഇല്ല എന്ന് മനസ്സിലാക്കാം. എഞ്ചിന് കാര്യങ്ങളെല്ലാം നല്ല സ്മൂത്ത് ആയിട്ട് നിൽക്കുന്നു. ടൈമിംഗ് ചെയിൻ കാര്യങ്ങളെല്ലാം പുതിയ പാക്കിങ് കവർ ആയതുകൊണ്ട് ഓൾറെഡി റീസെൻ്റ്ലി റീപ്ലേസ് ചെയ്തിട്ടുള്ള ടൈമിംഗ് ചെയിനും കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ മേജറായിട്ടുള്ള വർക്ക് കാര്യങ്ങളൊന്നും പെൻഡിങ് ഇല്ലാത്ത ഈ ഒരു വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കാം 0 ഡൗൺ പേയ്മെൻറ്റോട് കൂടി. 5,85 നിങ്ങൾക്ക് 0 ഡൗൺ പേയ്മെൻറ്റ് ഈ ഒരു വാഹനം സ്വന്തമാക്കാം. അതും 5 വർഷത്തെ മാസക്കാലയോട് കൂടി. ഏകദേശം ഒരു 13-14 രൂപ റേഞ്ചിലാണ് ഇതിൻ്റെ EMI വരിക. മറ്റൊരു ഹ്യൂണ്ടൈൻ്റെ പെട്രോൾ എഞ്ചിനിൽ നിന്ന് സഡാൻ വാഹനം, ഹ്യൂണ്ടൈ വേർണ ബ്ലാക്ക് ബ്യൂട്ടിയിൽ ഇരുന്ന വാഹനം, 2017 മോഡലിൽ നിൽക്കുന്ന SX എന്ന വേരിയൻ്റ് വാഹനം, KL42 പറവൂർ രജിസ്ട്രേഷനിൽ നിന്ന് വാഹനം കൂടിയാണിത്. SX എന്ന ഏറ്റവും ഫുൾ ഓപ്ഷൻ വേരിയൻ്റാണ്. 1.6 എഞ്ചിനിൽ നിന്ന് പെട്രോൾ എഞ്ചിനിൽ ഇത് വാഹനം ആയതുകൊണ്ട് അത്യാവശ്യം നല്ല പവർ കാര്യങ്ങളെല്ലാം കിട്ടുന്നൊരു വാഹനം. SX എന്ന വേരിയൻ്റ് ആയതുകൊണ്ട് അത്യാവശ്യം ഫീച്ചേഴ്സ് കാര്യങ്ങൾ അതും വരുന്നുണ്ട്. പ്രൊജക്ട് ഹെഡ് ലാമ്പ്, ഫോഗ് ലാംപ്സ്, അലോയ് വീൽസ്, മിറർ ഇൻഡിക്കേറ്റർ, മിറർ ഫോൾഡിംഗ്, ഓട്ടോ ക്ലൈമറ്റ് AC, സ്റ്റിയറിംഗ് കൺട്രോൾസ്, ഡുവൽ എയർ ബാഗ്, ABS തുടങ്ങിയിട്ടുള്ള എല്ലാ ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്നു. നല്ല എക്സ്റ്റീരിയർ ബോഡി ക്വാളിറ്റിയിൽ നിൽക്കുന്നൊരു വാഹനം. അധികം റീപെയിൻറ്റ് വർക്കോ പരിക്കോ കാര്യങ്ങളോ ഒന്നും വരാത്ത രീതിയിൽ നിൽക്കുന്നൊരു വാഹനം കൂടിയാണിത്. അലോയ്സും കാര്യങ്ങളെല്ലാം കമ്പനിന് ഇൻബിൽഡ് ആയിട്ട് വരുന്നത്. പ്രോപ്പർ കമ്പനി സർവീസ് മാത്രം പോയിട്ടുള്ള 1,00,000 സംതിങ് കിലോമീറ്ററാണ് ഈ ഒരു വാഹനം നിലവിൽ റൺ ചെയ്തിട്ടുള്ളത്. വേറെ എക്സ്റ്റീരിയർ ഭാഗങ്ങളിലൊന്നും അധികം പരിക്കോ റീപെയിൻറ്റോ കാര്യങ്ങളോ ഒന്നും വരാതെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ഈ ഒരു വാഹനം മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഇന്റീരിയറിലേക്ക് കിടക്കുകയാണെങ്കിലും നല്ല സീറ്റ് കവറൊക്കെ ഇതിനകത്ത് വന്നിട്ടുണ്ട്. സ്റ്റിയറിംഗ് കൺട്രോൾസ് വന്നിട്ടുണ്ട്. ചെറിയൊരു ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം ഒക്കെ ഇതിനകത്ത് വന്നിട്ടുണ്ട്. വേറെ പരിക്കോ ഡാഷ്ബോർഡോ കാര്യങ്ങൾക്കൊന്നും ഡാമേജോ കാര്യങ്ങളൊന്നുമില്ല. നല്ല വൃത്തിയിലും ക്വാളിറ്റിയിലും മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ഒരു അടിപൊളി നല്ല യാത്രാ കംഫർട്ട് കാര്യങ്ങളെല്ലാം പ്രദാനം ചെയ്യുന്ന മൈലേജ് കുറച്ച് കുറവുള്ള ഒരു വാഹനമാണ് ഹ്യൂണ്ടൈൻ്റെ വേർണ എന്നുള്ള പെട്രോൾ എഞ്ചിനിൽ നിൽക്കുന്ന 1.6 പെട്രോൾ എഞ്ചിനിൽ നിന്നൊരു വാഹനം. എഞ്ചിൻ ഭാഗം കാണിച്ചു തരാം. ടയർ കണ്ടീഷൻ നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് ഒരു 80-85% ടയർ കണ്ടീഷൻ നിൽക്കുന്നുണ്ട്. എഞ്ചിൻ ഭാഗത്തേക്ക് കിടക്കുകയാണെങ്കിൽ പരിക്കും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. പേസ്റ്റിംഗ് കാര്യങ്ങളെല്ലാം സ്റ്റോക്ക് കണ്ടീഷനിൽ. ക്രോസ് ബമ്പർ കാര്യങ്ങൾക്കൊന്നും ഡാമേജ് ഇല്ല. ഈ ഒരു സൈഡ് നോക്കുകയാണെങ്കിലും പേസ്റ്റിംഗ് കാര്യങ്ങൾക്കൊന്നും ഡാമേജ് ഇല്ല. ഓയിൽ ലീക്കും കാര്യങ്ങളൊന്നുമില്ല. ബോണ്ടിൻ്റെ പേസ്റ്റിംഗ് കാര്യങ്ങളെല്ലാം സ്റ്റോക്ക് കണ്ടീഷനിൽ നിൽക്കുന്നു. ഗ്ലാസ് കാര്യങ്ങൾ അത് മാറിയിട്ട് നമ്മുടെ ഹ്യൂണ്ടൈൻ്റെ സ്റ്റിക്കേഴ്സ് കാര്യങ്ങളെല്ലാം ഉള്ള അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് നിൽക്കുന്ന പ്രൊജക്ട് ഹെഡ് ലാമ്പും കാര്യങ്ങളെല്ലാം വരുന്ന ന്യൂ ഷേപ്പിൽ വരുന്ന 2016 ഈ ഒരു ഷേപ്പ് വന്നത്. ബമ്പറിനകത്ത് ഫേസ് ലിഫ്റ്റ് വന്നത്. അപ്പോൾ ആ ഒരു 2016-17 സീരീസിൽ വരുന്ന ഷേപ്പിൽ വരുന്ന അത്യാവശ്യം നല്ല വൃത്തിയിൽ നിൽക്കുന്ന ബോഡി ക്വാളിറ്റിയിൽ നിൽക്കുന്ന അടിപൊളി സഡാൻ വാഹനം. വില വരുന്നത് 5,85,000 രൂപയാണ്. ഓൾമോസ്റ്റ് ഒരു 5,50,000 വരെ നമുക്ക് ഇതിനകത്ത് ഫിനാൻസ് സൗകര്യം അവൈലബിൾ ഒരു വാഹനം കൂടിയാണിത്. അതും 5 വർഷത്തെ മാസക്കാലയോടുകൂടി. ഏകദേശം ഒരു 13 സംതിങ് വെച്ചിട്ടാണ് EMI വരിക. നമ്മുടെ അടുത്ത വാഹനം ഹ്യൂണ്ടൈൻ്റെ മറ്റൊരു സെഡാൻ വാഹനം, ഹ്യൂണ്ടൈ എക്സെൻ്റ് 2014 മോഡൽ നിൽക്കുന്ന വാഹനം. KL07 എറണാകുളം രജിസ്ട്രേഷനിൽ S എന്ന വേരിയൻ്റ് വാഹനം, മിഡിൽ ഓപ്ഷൻ വേരിയൻ്റാണ്. പെട്രോൾ എഞ്ചിൻ, സെക്കൻഡ് ഓണർഷിപ്പിൽ നിൽക്കുന്ന 70,000 കിലോമീറ്ററുടെ വാഹനം. ഒരു വെറൈറ്റി കളർ കൂടി വരുന്നൊരു വാഹനം കൂടി ബ്ലൂ കളറിൽ. അത്യാവശ്യം എവിടെ ഏതൊരു വാഹനത്തിൻ്റെ ഇടയിൽ കൊണ്ട് പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളൊരു വാഹനം യുണീക്കായിട്ട് കാണുന്നുള്ള ഒരു വാഹനം ഏറ്റവും വലിയ പ്രത്യേകത. S എന്ന വേരിയൻ്റ് ആയതുകൊണ്ട് തന്നെ ബേസിക്കലി വേണ്ട ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. സ്പോർട്സിനകത്ത് വരുന്ന ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം S എന്നുള്ള വേരിയൻ്റിനകത്ത് കമ്പനി വരുന്നുണ്ട്. 4 പവർ വിൻഡോ, AC പവർ സ്റ്റാരിങ്, കമ്പനി സ്റ്റീരിയോ, സ്റ്റിയറിംഗ് കൺട്രോൾസ്, സെൻട്രൽ ലോക്കിംഗ് അങ്ങനെ തുടങ്ങിയിട്ടുള്ള ബേസിക്കലി വേണ്ട ഫീച്ചേഴ്സാണ് ഇതിനകത്ത് ഇൻബിൽഡ് ആയിട്ട് വന്നിട്ടുള്ളത്. ടയറൊക്കെ നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് ഒരു 60-70% ടയേഴ്സ് കിടക്കുന്നു. ഏകദേശം 1.2 ലിറ്ററിൽ നിന്ന് കാപ്പ എഞ്ചിനാണ് ഈ ഒരു വാഹനത്തിനകത്ത് വരുന്നത്. ഏകദേശം ഒരു ആവറേജ് 15 കിലോമീറ്റർ നമുക്ക് മൈലേജും പ്രതീക്ഷിക്കാവുന്ന ഒരു വാഹനം. അത്യാവശ്യം നല്ല കംഫർട്ട്, യാത്രാ കംഫർട്ടും കാര്യങ്ങളെല്ലാം ഉള്ള ഒരു വാഹനമാണ്. സഡാൻ വാഹനമായതുകൊണ്ട് അത്യാവശ്യം ഇൻറ്റീരിയർ സ്പേസും ഈ ഒരു വാഹനത്തിനകത്ത് വന്നിട്ടുണ്ട്. ഇൻറ്റീരിയർ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ സീറ്റ് കവറൊക്കെ കമ്പനി കവർ തന്നെയാണ് ഇതിനകത്ത് വന്നിട്ടുള്ളത്. സ്റ്റീരിയോ കാര്യങ്ങളെല്ലാം ഇൻബിൽഡ് വരുന്നുണ്ട്. ഡാഷ്ബോർഡ് കാര്യങ്ങളെല്ലാം നല്ല വൃത്തിയിൽ നിൽക്കുന്നു. എയർ ബാഗോ ABS കാര്യങ്ങളൊന്നും ഇതിനകത്ത് വരുന്നില്ല. 5 സ്പീഡ് ഗിയർ ബോക്സാണ് ഇതിനകത്ത് വന്നിട്ടുള്ളത്. ആവറേജ് മൈലേജ് ഒരു 15 കിലോമീറ്റർ ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. എഞ്ചിൻ ഭാഗം ജസ്റ്റ് കാണിച്ചു തരാം.
എഞ്ചിൻ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ പരിക്കോ കാര്യങ്ങളൊന്നുമില്ല, അപ്രോൺ ഭാഗങ്ങൾക്കൊന്നും കുഴപ്പങ്ങളൊന്നുമില്ല. 2020 റീപ്ലേസ് ചെയ്തിട്ടുള്ള അമറോണിൻ്റെ ബാറ്ററിയാണ്. ബാറ്ററി ഏത് നിമിഷം റീപ്ലേസ് ചെയ്യാം, നമ്മൾ മുൻകൂട്ടി കാണണം. ഈ സൈഡ് പേസ്റ്റിംഗ് നോക്കുകയാണെങ്കിൽ ഇവിടെയും ഡാമേജ് ഒന്നുമില്ല, ക്രോസ് ബമ്പർ ഡാമേജ് ഇല്ല, ഓയിൽ ലീക്കും കാര്യങ്ങളൊന്നുമില്ല, വേറെ കാര്യപ്പെട്ട പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത 1.2 ലിറ്ററിൽ വരുന്ന കാപ്പ എഞ്ചിനാണ് ഇതിനകത്ത് വന്നിട്ടുള്ളത്. വേറെ കാര്യപ്പെട്ട മെയിൻ്റനൻസ് കാര്യങ്ങളൊന്നും സാധാരണഗതിയിൽ വരാത്ത അത്യാവശ്യം നല്ല സ്പേസ് കാര്യങ്ങളെല്ലാം ഡിക്കി സ്പേസും ഇൻറ്റീരിയർ സ്പേസും ഉള്ളൊരു വാഹനമാണ് ഹ്യൂണ്ടൈൻ്റെ എക്സെൻ്റ് എന്ന വാഹനം. ഐറ്റൻ്റെ നേരെ സഡാൻ വാഹനം എന്ന് പറയാൻ പറ്റും. അതിന് നെറ്റ് പ്രൈസ് വരുന്നത് 3,05,000 രൂപയാണ്. ഒരു 2.80 വരെ നമുക്ക് ഫിനാൻസ് സൗകര്യം അവൈലബിൾ ഉള്ളൊരു വാഹനം കൂടിയാണ്. അതും 4 വർഷത്തെ മാസക്കാലയളോടുകൂടി ഏകദേശം 8 രൂപ റേഞ്ചിലാണ് ഇതിൻ്റെ EMI വരിക. മാരുതി സുസുക്കിയിൽ ഏറ്റവും കൂടുതൽ ആവശ്യക്കാരുള്ള മറ്റൊരു വാഹനമാണ് മാരുതിയുടെ വാഗണർ. VX എന്ന വേരിയന്റിൽ 2017 മോഡലിൽ നിൽക്കുന്ന വാഹനം. സിംഗിൾ ഓണർഷിപ്പിൽ 59,000 കിലോമീറ്റർ ഓടിയുള്ള വാഹനമാണ്. 1000 cc വരുന്ന പെട്രോൾ എഞ്ചിനാണ് ഇതിനകത്ത് വന്നിട്ടുള്ളത്. KL 55 മലപ്പുറം തിരൂർ രജിസ്ട്രേഷൻ വരുന്ന VX എന്ന ഫുൾ ഓപ്ഷൻ വേരിയന്റ്. ഫുൾ ഓപ്ഷൻ VX മാത്രമാണ്, ZX എന്നുള്ള വേരിയന്റ് ഇറങ്ങിയിട്ടില്ല. അതുകൊണ്ടാണ് VX ഫുൾ ഓപ്ഷൻ എന്ന് പറയാൻ കാരണം. 4 ഡോർ പവറിൻ്റെ AC പവർ സ്റ്റാരിംഗ്, സെൻട്രൽ ലോക്കിംഗ്, കമ്പനി സ്റ്റീരിയോ, ഫോഗ് ലാംപ്സ് തുടങ്ങിയിട്ടുള്ള ബേസിക്കലി ഫീച്ചേഴ്സാണ് ഇതിനകത്ത് വന്നിട്ടുള്ളത്. മിറർ അഡ്ജസ്റ്റ്മെൻറ്റും ഇതിനകത്ത് വന്നിട്ടുണ്ടായിരുന്നു. ഓൾമോസ്റ്റ് ഒരു ടയർ കണ്ടീഷനൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു 60-70% ടയേഴ്സ് കിടക്കുന്നുണ്ട്. പ്രൂഫ് റെയിലും കാര്യങ്ങളെല്ലാം വന്ന് കമ്പനി ഇൻബിൽഡ് ആയിട്ട് തന്നെ VX എന്നുള്ള വേരിയന്റിനകത്ത് വരുന്നുണ്ട്. സ്പോയിലർ ഇതിനകത്ത് വന്നിട്ടുണ്ട്. ബാക്ക് വൈപ്പർ, ഡിഫോഗർ തുടങ്ങിയിട്ടുള്ള ഫീച്ചേഴ്സും VX കമ്പനി ഇൻബിൽഡ് ആയിട്ട് വന്നിട്ടുണ്ട്. പെട്രോൾ ഒരു 16-17 റേഞ്ചിൽ നമുക്ക് മൈലേജും പ്രതീക്ഷിക്കാവുന്ന വാഹനം കൂടിയാണിത്. ഇന്റീരിയർ ഭാഗം നോക്കുകയാണെങ്കിൽ നല്ല സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വന്നിട്ടുണ്ട്. കമ്പനി സ്റ്റീരിയോ വന്നിട്ടുണ്ട്. സേഫ്റ്റി ഫീച്ചേഴ്സ് എയർ ബാഗ്, ABS ഒന്നും ഇതിനകത്ത് വന്നിട്ടില്ല. ഹാൻഡ് റെസ്റ്റ് ഒക്കെ ഇതിനകത്ത് അഡീഷണൽ ആക്സറീസ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഡാഷ്ബോർഡ് കാര്യങ്ങളെല്ലാം നല്ല വിശാലമായിട്ട് ഹൈറ്റിലിരുന്ന് ഡ്രൈവ് ചെയ്യുന്നൊരു ഫീലാണ് നമുക്ക് വാഗണർ ഡ്രൈവ് ചെയ്യുമ്പോൾ കിട്ടുന്നത്. അത്യാവശ്യം നല്ലൊരു ഇന്റീരിയർ സ്പേസും യാത്രാ കംഫർട്ടും കാര്യങ്ങളെല്ലാം ഉള്ള ഒരു വാഹനം തന്നെയാണ് വാഗണർ. മാരുതിയുടെ വാഗണർ എസ്പെഷ്യലി കുറച്ച് ഹൈറ്റുള്ള ആളാണെന്നുണ്ടെങ്കിൽ നമുക്ക് തലയൊക്കെ തട്ടാതെ അല്ലെങ്കിൽ കയ്യും കാലൊക്കെ നീട്ടി വെച്ച് യാത്ര ചെയ്യാൻ പറ്റിയൊരു വാഹനമാണിത്. അതുകൊണ്ട് തന്നെ ഒത്തിരി പേര് ഈ ഒരു വാഹനം എപ്പോഴും ചോദിച്ച് നടക്കുന്ന ഒരു വാഹനം കൂടിയാണിത്. എക്സ്റ്റീരിയറിനകത്ത് ചെറിയൊരു ഡാമേജ്, ഒരു ഡ്രൈവർ സൈഡ് ഡോർ റീപ്ലേസ് ഉണ്ട് എന്നുള്ളൊരു ചെറിയൊരു പോരായ്മയുണ്ട്. അത് മാത്രമാണ് കുറച്ച് നെഗറ്റീവ് ആയിട്ടുള്ളത്. ബാക്കി എല്ലാ കാര്യങ്ങളും പക്കയായിട്ട് പോകുന്നു. അത്യാവശ്യം മൈലേജും കാര്യങ്ങളെല്ലാം വരുന്നു. കമ്പനി സർവീസ് കാര്യങ്ങളെല്ലാം പോയിട്ടുള്ള ഒരു വാഹനം കൂടിയാണിത്. എഞ്ചിൻ ഭാഗം കാണിച്ചു തരാം. എഞ്ചിൻ ഭാഗം നോക്കുകയാണെങ്കിൽ അപ്രോണോ കാര്യങ്ങൾക്കൊന്നും പരിക്കോ ഡാമേജോ കാര്യങ്ങളൊന്നുമില്ല. ക്രോസ് ബമ്പർ കാര്യങ്ങളെല്ലാം സ്റ്റോക്ക് കണ്ടീഷനിൽ നിൽക്കുന്നു. ഈ സൈഡ് പേസ്റ്റിംഗ് കാര്യങ്ങളെല്ലാം അതും സ്റ്റോക്ക് കണ്ടീഷനിൽ. ഓയിൽ ലീക്കും കാര്യങ്ങളൊന്നുമില്ല. അതേപോലെ ബോണ്ടിൻ്റെ പേസ്റ്റിംഗ് കാര്യങ്ങളെല്ലാം സ്റ്റോക്ക് കണ്ടീഷനാണ്. ഇതൊന്നും അയച്ചിട്ടില്ല. കാരണം ഇഞ്ചസ് അയച്ചിട്ടില്ല എന്ന് ഈ ഒരു പേസ്റ്റിംഗ് കണ്ടാൽ തന്നെ മനസ്സിലാവും. കാരണം ബോണറ്റും ഇഞ്ചസും നമ്മൾ ഇടയിൽ വരുന്നൊരു പേസ്റ്റിംഗ് അത് രണ്ടും അറ്റാച്ച് ആയിട്ട് നിൽക്കുന്നുണ്ട്. ഈ ഇഞ്ചസിൻ്റെ ഒരു ബോൾട്ട് അയച്ചു കഴിഞ്ഞാൽ അത് തട്ടിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഈ ഒരു പേസ്റ്റിംഗ് കൂടെ പൊട്ടിപ്പോകും. അതുകൊണ്ട് തന്നെ ഫ്രണ്ടിൽ നിന്ന് ഇമ്പാക്റ്റോ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. ഡോർ റീപ്ലേസ് വിഷയം മാത്രമേ ഇതിനകത്ത് വന്നിട്ടുള്ളൂ. ഗ്ലാസ് കാര്യങ്ങളെല്ലാം RFID നോൺ പൊല്യൂഷൻ സ്റ്റിക്കേഴ്സ് കാര്യങ്ങളെല്ലാം ഉള്ള ഒറിജിനൽ ഗ്ലാസ് ആണ് ഇതിനകത്ത് വന്നിട്ടുള്ളത്. അപ്പോൾ എന്തുകൊണ്ടും ഒരു സാധാരണ ഒരു ഫാമിലിക്കൊക്കെ 2 വീലറിൽ നിന്ന് 4 വീലറിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ താല്പര്യമുള്ളവർക്കൊക്കെ ഈസി ആയിട്ട് സെലക്ട് ചെയ്യാൻ പറ്റിയ ഞാൻ സജസ്റ്റ് ചെയ്യുന്ന ഒരു വാഹനമാണ് മാരുതിയുടെ വാഗണർ എന്നുള്ള മെയിൻ്റനൻസ് കാര്യങ്ങളെല്ലാം താരതമ്യേന കുറഞ്ഞിട്ടുള്ള അത്യാവശ്യം മൈലേജ് കാര്യങ്ങളെല്ലാം കിട്ടുന്ന ലോങ് ഡ്രൈവിന് കാര്യങ്ങൾക്കെല്ലാം പറ്റിയിട്ടുള്ള ഒരു വാഹനം മാരുതിയുടെ വാഗണർ. 2017 മോഡൽ VX എന്ന വേണ്ടി ഈ വാഹനം സ്വന്തമാക്കാം. 3,85,000 രൂപ നെറ്റ് പ്രൈസോടുകൂടി ഒരു 3.5 ലക്ഷം വരെ ഇതിനകത്ത് ഫിനാൻസ് സൗകര്യം അവൈലബിൾ ആയ ഒരു വാഹനം കൂടിയാണ്. അതും 4 വർഷത്തെ 2017 ആകുമ്പോൾ 5 വർഷത്തെ മാസക്കാലയളോടുകൂടി ഏകദേശം ഒരു 7-8 രൂപ റേഞ്ചിലാണ് ഇതിൻ്റെ EMI വരിക. നമ്മുടെ അടുത്ത വാഹനം മാരുതിയുടെ സഡാൻ വാഹനം തന്നെ മാരുതി സിയാസ്. ഈ പെട്രോൾ വാഹനം, ഡീസൽ വാഹനം നമ്മൾ കാണിച്ചു. അടുത്തത് പെട്രോൾ വാഹനം 2016 മോഡലിൽ നിൽക്കുന്ന ZX എന്ന വേണ്ടി 90,000 കിലോമീറ്റർ ഓടിയുള്ള വാഹനം. KL 60 കാഞ്ഞങ്ങാട് രജിസ്ട്രേഷനിലെ വാഹനം. ZX അത്യാവശ്യം ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്നു. 1.2 ലിറ്ററിൽ പെട്രോൾ എഞ്ചിനാണ് വരുന്നത്. ഒരു 15 റേഞ്ചിൽ നമുക്ക് ആവറേജ് മൈലേജ് പ്രതീക്ഷിക്കാവുന്ന മെയിൻ്റനൻസ് കാര്യങ്ങൾ ഒന്നും വരാൻ ചാൻസ് ഇല്ലാത്തൊരു വാഹനം. പ്രൊജക്ട് ഹെഡ് ലാമ്പ്, ഫോഗ് ലാംപ്സ്, അലോയ് വീൽസ്, മിറർ ഇൻഡിക്കേറ്റർ, മിറർ ഫോൾഡിംഗ്, ഓട്ടോ ക്ലൈമറ്റ് AC, കമ്പനി സ്റ്റീരിയോ, പുഷ് ബട്ടൺ സ്റ്റാർട്ട്, കീലെസ് എൻട്രി തുടങ്ങിയിട്ടുള്ള എല്ലാ ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം നിൽക്കുന്നു. കാര്യപ്പെട്ട മെയിൻ്റനൻസ് കാര്യങ്ങളൊന്നും വരാൻ സാധ്യത വളരെ കുറഞ്ഞിട്ടുള്ളൊരു വാഹനം. കോഫി ബ്രൗൺ കളറാണ്. സിയാസിൽ ഏറ്റവും കൂടുതൽ ആവശ്യക്കാരുള്ള ഒരു കളറും കൂടിയാണ് ഈ കോഫി ബ്രൗൺ കളർ. ടയർ കണ്ടീഷനൊക്കെ നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് 60-70% ടയേഴ്സ് കിടക്കുന്നുണ്ട്. സീറ്റ് കവറും കാര്യങ്ങളെല്ലാം കമ്പനി കവറിനാണ് ഇതിനകത്ത് വന്നിട്ടുള്ളത്. എക്സ്റ്റീരിയർ ഭാഗങ്ങളിൽ കാര്യപ്പെട്ട പരിക്കും നെഗറ്റീവ്സ് ഒന്നും പറയാനില്ല. ഇന്റീരിയർ ഭാഗത്തേക്ക് കിടക്കുകയാണെന്നുണ്ടെങ്കിലും കമ്പനി സീറ്റ് കവർ വരുന്നു. സ്റ്റിയറിംഗ് കൺട്രോൾസ് കാര്യങ്ങളെല്ലാം കമ്പനിനെ വരുന്നു. അത്യാവശ്യം കാര്യങ്ങളെല്ലാം ഇതിനകത്ത് ഇൻബിൽഡ് ആയിട്ട് കമ്പനിനെ വരുന്നുണ്ട്. ആ ഒരു ബീജിൻ്റെയും ബ്ലാക്കിൻ്റെയും കോമ്പിനേഷനാണ് ഡാഷ്ബോർഡൊക്കെ വന്നിട്ടുള്ളത്. ബ്ലൂടൂത്ത് കണക്ടിവിറ്റി കാര്യങ്ങളെല്ലാം വരുന്നു. സ്റ്റീരിയോ ആണ് ഇതിനകത്തുള്ളത്. മിറർ കാര്യങ്ങളെല്ലാം ഇതിനകത്ത് വന്നിട്ടുണ്ട്. കമ്പനിനെ ഇൻബിൽഡ് ആയിട്ട് വരുന്നു. പിന്നെ അതേപോലെ തന്നെ സ്റ്റിയറിംഗ് കൺട്രോൾസ്, സേഫ്റ്റി ഫീച്ചറായിട്ട് ഡുവൽ എയർ ബാഗും ABSും കമ്പനി ഈ ഒരു വാഹനത്തിനകത്ത് വന്നിട്ടുണ്ട്. എഞ്ചിൻ ഭാഗം കൂടി കാണിച്ചു തരാം. എഞ്ചിൻ ഭാഗത്തേക്ക് കിടക്കുകയാണെങ്കിലും പരിക്കോ കാര്യങ്ങളൊന്നുമില്ല. അപ്രോണോ കാര്യങ്ങൾക്കൊന്നും ഡാമേജ് ഇല്ല. 24 റീപ്ലേസ് ചെയ്തിട്ടുള്ള പുതിയ ബാറ്ററി കിടക്കുന്നുണ്ട്. ക്രോസ് ബമ്പർ ഡാമേജ് ഇല്ല. ഓയിൽ ലീക്കിംഗ് ഇല്ല. ഈ സൈഡ് പേസ്റ്റിംഗ് നോക്കുകയാണെങ്കിൽ ഇവിടെയും ഡാമേജ് ഇല്ല. ബോണറ്റ് അയച്ചിട്ടില്ല. പേസ്റ്റിംഗ് കാര്യങ്ങളെല്ലാം അറ്റാച്ച് കാര്യങ്ങളെല്ലാം കറക്റ്റാണ്. രണ്ട് സൈഡും പേസ്റ്റിങ്ങിന് അറ്റാച്ച്മെൻറ്റ് കാര്യങ്ങളെല്ലാം ഓക്കെയാണ്. ബോണറ്റിൻ്റെ ഒക്കെ പേസ്റ്റിംഗ് ഉള്ളത് തന്നെയാണ്. ഒറിജിനൽ ബോണറ്റാണ്. പിന്നെ അതേപോലെ തന്നെ ഗ്ലാസ് കാര്യങ്ങളൊന്നും റീപ്ലേസ് ചെയ്തിട്ടില്ല. എല്ലാം സ്റ്റോക്ക് കണ്ടീഷനിൽ നിൽക്കുന്നു. വേറെ ഫ്രണ്ടിൽ നിന്ന് ഇമ്പാക്റ്റോ പരിക്കോ കാര്യങ്ങളോ ഒന്നുമില്ലാത്ത നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് നിൽക്കുന്ന ഈ ഒരു വാഹനം സ്വന്തമാക്കാം 5,40,000 രൂപയ്ക്ക്. 5,40,000 നിങ്ങൾക്ക് ലോൺ സൗകര്യം അവൈലബിൾ ആണ്.
0 ഡൗൺ പേയ്മെൻറ്റുള്ള മറ്റൊരു വാഹനം കൂടിയും 5 വർഷത്തേക്കായിരിക്കും ഇതിൻ്റെ EMI സൗകര്യം ലഭിക്കുന്നത്. ഏകദേശം ഒരു 13 സംതിങ് വെച്ചിട്ടാണ് ഇതിൻ്റെ EMI വരിക. നമ്മുടെ അടുത്ത വാഹനം ഹ്യുണ്ടായി മറ്റൊരു ഹാച്ച് ബാക്ക് സെഗ്മെൻറ്റ് വാഹനം ഹ്യുണ്ടായി എലൈറ്റ് i20 2017 മോഡലിൽ നിൽക്കുന്ന ആസ്റ്റ ഓപ്ഷനിൽ ഏറ്റവും ഫുൾ ഓപ്ഷൻ വരുന്ന വാഹനം 1.2 പെട്രോൾ എഞ്ചിനിൽ നിൽക്കുന്ന സെക്കൻഡ് ഓണർഷിപ്പിൽ 70,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള വാഹനം KL 58 തലശ്ശേരി രജിസ്റ്റർ ചെയ്ത വാഹനം കൂടി. ആ ഓപ്ഷനിലായതുകൊണ്ട് തന്നെ പ്രൊജക്ട് ഹെഡ് ലാമ്പ്, ഫോഗ് ലാംപ്സ് തുടങ്ങിയിട്ടുള്ള എല്ലാ ഫീച്ചേഴ്സും വരുന്നു. അലോയ് വീൽസ് വരുന്നു, മിറർ ഇൻഡിക്കേറ്റർ വരുന്നു, മിറർ ഫോൾഡിംഗ് വരുന്നു, ഡുവൽ ടോണിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്, പുഷ് ബട്ടൺ സ്റ്റാർട്ട്, കീലെസ് എൻട്രി, ഇൻഫോടൈൻമെന്റ് സിസ്റ്റം, ഓട്ടോ ക്ലൈമറ്റ് AC, സ്റ്റിയറിംഗ് കൺട്രോൾസ് തുടങ്ങിയിട്ടുള്ള A to Z ഫീച്ചേഴ്സ് കാര്യങ്ങൾ എല്ലാം നിൽക്കുന്ന ഒരു അടിപൊളി നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് നിൽക്കുന്ന ഒരു വാഹനം. റിവേഴ്സ് ക്യാമറ, റിവേഴ്സ് പാർക്കിംഗ് സെൻസർ, എല്ലാ ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്നു. ടയർ കണ്ടീഷനൊക്കെ നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് ഒരു 70% 4 ടയേഴ്സ് നിൽക്കുന്നു. നല്ല എക്സ്റ്റീരിയർ ബോഡി ക്വാളിറ്റിയിൽ നിൽക്കുന്ന ഒരു വാഹനമാണ്. ആ ഒരു ബ്ലാക്കിൻ്റെ കോമ്പിനേഷനിലുള്ള വൈറ്റ് ആൻഡ് ബ്ലാക്കിൻ്റെ കോമ്പിനേഷനുള്ളതുകൊണ്ട് വാഹനം കാണാൻ തന്നെ വേറൊരു ലുക്ക് കിട്ടുന്നുണ്ട്. ഇന്റീരിയർ ഭാഗത്തേക്ക് കിടക്കുകയാണെങ്കിലും അതേ ഫീലിംഗ് തന്നെയാണ് ഇന്റീരിയർ ഭാഗത്തും വരുന്നത്. കമ്പനി സീറ്റ് കവറാണ് ഇതിനകത്ത് വന്നിട്ടുള്ള, ഹാൻഡ് റെസ്റ്റ് വന്നിട്ടുണ്ട്, ഡാഷ്ബോർഡ് കാര്യങ്ങളെല്ലാം നല്ല വൃത്തിയിൽ നിൽക്കുന്നു, ഡുവൽ എയർ ബാഗ് വരുന്നു, ABS വരുന്നു. എന്തുകൊണ്ട് ഒരു വാഹന പ്രേമിയെ സംബന്ധിച്ചിടത്തോളം എന്തൊക്കെ ഫീച്ചേഴ്സ് ആണോ വേണ്ട, റിക്വയർമെൻറ്റ് വേണ്ടത് അതെല്ലാം ഇതിനകത്ത് വന്നിട്ടുണ്ട്. നല്ല അടിപൊളി ഇൻഫോടൈൻമെന്റ് സിസ്റ്റം ഒക്കെ കമ്പനിയുടെ ഹ്യുണ്ടായിന് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. വേറെ ഡാമേജോ പരിക്കോ കാര്യങ്ങളൊന്നും തന്നെ ഇന്റീരിയർ ഭാഗത്തും എക്സ്റ്റീരിയർ ഭാഗത്തും ഇല്ലാത്ത നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് നിൽക്കുന്ന ഒരു വാഹനം. ഡോർ പാടക്കാർ കളർ തീമിനും ബീജും ബ്ലാക്കിൻ്റെയും കോമ്പിനേഷനാണ് ഇതിനകത്ത് വന്നിട്ടുള്ളത്. എഞ്ചിൻ സൈഡും കാണിക്കാം. എഞ്ചിൻ ഭാഗത്തേക്ക് കിടക്കുകയാണെന്നുണ്ടെങ്കിലും അപ്പുറമോ കാര്യങ്ങൾക്കൊന്നും ഡാമേജ് ഇല്ല, പേസ്റ്റിങ്ങോ കാര്യങ്ങൾക്കൊന്നും ഡാമേജ് ഇല്ല. 23 10 മാസം റീപ്ലേസ് ചെയ്തിട്ടുള്ള അമറോണിൻ്റെ ബാറ്ററി എടുക്കുന്നു. ഓയിൽ ലീക്കിംഗ് ഇല്ല, രണ്ട് സൈഡും പേസ്റ്റിംഗ് കാര്യങ്ങളെല്ലാം സ്റ്റോക്ക് കണ്ടീഷനിൽ നിൽക്കുന്ന, ഡാമേജോ കാര്യങ്ങളൊന്നും വരാത്ത രീതിയിൽ. ബോൺസിൻ്റെ പേസ്റ്റിംഗ് നോക്കുകയാണെങ്കിലും ഡാമേജോ കാര്യങ്ങളൊന്നുമില്ല. ഗ്ലാസ് കാര്യങ്ങളൊന്നും റീപ്ലേസ് ഇല്ല, ഒറിജിനൽ ഗ്ലാസ് തന്നെയാണ് ഇതിനകത്ത് വന്നിട്ടുള്ളത്. RFID ടാഗും കാര്യങ്ങളെല്ലാം വരുന്ന 17 സീരീസിൽ വരുന്ന ഗ്ലാസ്സാണ് ഇതിനകത്ത് വന്നിട്ടുള്ളത്. വേറെ പരിക്ക് കാര്യങ്ങളൊന്നും ഇല്ലാത്ത നല്ല ക്വാളിറ്റിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ട് അത്യാവശ്യം നല്ല പെർഫോമൻസ് കാര്യങ്ങളെല്ലാം ലഭിക്കുന്ന ഹ്യുണ്ടായിൻ്റെ i20 അന്വേഷിച്ച് നടക്കുന്നവർക്ക് ഫുൾ ഓപ്ഷനിൽ വരുന്നൊരു വാഹനം തീർച്ചയായിട്ടും ഞാൻ സജസ്റ്റ് ചെയ്യുന്നൊരു വാഹനമാണ്. വാഹനത്തിന് നെറ്റ് പ്രൈസ് വരുന്നത് 5,85,000 രൂപ. ഒരു 5,25 വരെ നമുക്ക് ലോൺ സൗകര്യം ഈ ഒരു വാഹനത്തിനകത്ത് അവൈലബിൾ ആണ്. അതും 5 വർഷത്തെ മാസക്കാലയോട് കൂടി ഏകദേശം ഒരു 12,500 വെച്ചിട്ടാണ് ഇതിൻ്റെ EMI വരിക. നമ്മുടെ അടുത്ത വാഹനം ഹ്യുണ്ടായിൻ്റെ മറ്റൊരു ചെറിയ സെഗ്മെന്റിൽ വരുന്ന വാഹനം ഹ്യുണ്ടായി സാൻഡ്രോ 2020 മോഡൽ വരുന്ന വാഹനം. സിംഗിൾ ഓണർഷിപ്പിൽ വെറും 40,000 കിലോമീറ്റർ ഓടിയുള്ള മലപ്പുറം KL 65 തിരൂരങ്ങാടി രജിസ്ട്രേഷനിൽ വരുന്ന വാഹനം. സ്പോർട്സ് എന്ന വേരിയൻ്റാണ്. ഫുള്ളിൻ്റെ തൊട്ട് താഴെ നിൽക്കുന്ന വേരിയൻറ്റ് ആസ്റ്റയാണ് ഏറ്റവും ഫുൾ ഓപ്ഷൻ വേരിയൻറ്റ്. അതിൻ്റെ താഴെ നിൽക്കുന്ന വേരിയൻ്റാണ് സ്പോർട്സ്. എല്ലാ കാര്യങ്ങളും എല്ലാ ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം നിൽക്കുന്നു. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് നിൽക്കുന്ന ഒരു വാഹനം. പെട്രോൾ ഒരു 18 റേഞ്ചിൽ നമുക്ക് മൈലേജും പ്രതീക്ഷിക്കാവുന്ന 1.1 ലിറ്റർ വരുന്നൊരു എഞ്ചിൻ വരുന്നൊരു വാഹനം കൂടിയാണിത്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല പെർഫോമൻസ് ലഭിക്കുന്നു, അത്യാവശ്യം ഫീച്ചേഴ്സ് വരുന്നു, നല്ല യാത്രാ കംഫർട്ട് കാര്യങ്ങളെല്ലാം കിട്ടുന്ന ഒരു വാഹനമാണ് ഹ്യുണ്ടായിൻ്റെ സാൻഡ്രോ എന്ന ഈ വാഹനം. എക്സ്റ്റീരിയർ ഭാഗങ്ങളൊന്നും പരിക്കോ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല, നല്ല ക്വാളിറ്റിയിൽ നിൽക്കുന്നു, അധികം റീപെയിൻറ്റോ കാര്യങ്ങളോ ഒന്നും കയറാത്ത രീതിയിൽ നിൽക്കുന്നു. ഓൾമോസ്റ്റ് ഒരു ടയർ കണ്ടീഷനൊക്കെ നോക്കുകയാണെങ്കിൽ 80-90% ടയേഴ്സും കിടക്കുന്നുണ്ട്. വേറെ എക്സ്റ്റീരിയർ ഭാഗങ്ങളൊന്നും നെഗറ്റീവ്സ് കാര്യങ്ങളൊന്നും പറയാനില്ല. സ്പോർട്സ് എന്ന വേരിയൻ്റ് ആയതുകൊണ്ട് തന്നെ ബേസിക്കലി വേണ്ട ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്നു. സ്പോയിലറൊക്കെ ഇതിനകത്ത് അഡീഷണൽ ആയിട്ട് ഫിറ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. റിവേഴ്സ് പാർക്കിംഗ് സെൻസർ, ക്യാമറ കാര്യങ്ങളെല്ലാം ഇതിനകത്ത് വന്നിട്ടുണ്ട്. ക്യാമറ ഇതിനകത്ത് വന്നിട്ടുണ്ടോ എന്നുള്ളത് ഇല്ല, ക്യാമറ എന്നുള്ള റിവേഴ്സ് പാർക്കിംഗ് സെൻസർ മാത്രമാണ് ഇതിനകത്ത് വന്നിട്ടുള്ളത്. സ്പോർട്സ് എന്ന വേരിയൻ്റ് ആയതുകൊണ്ട് തന്നെ 4 ഡോർ പവറിൻ്റെ AC പവർ സ്റ്റാരിംഗ്, കമ്പനി ഇൻബിൽഡ് സ്റ്റീരിയോ, സ്റ്റിയറിംഗ് കൺട്രോൾസ്, സെൻട്രൽ ലോക്കിംഗ് തുടങ്ങിയിട്ടുള്ള എല്ലാ ഫീച്ചേഴ്സും വന്നിട്ടുണ്ട്. പവർ വിൻഡോൻ്റെ സ്വിച്ചസ് ഒക്കെ പ്ലേസ് ചെയ്തിട്ടുള്ള ഈ ഒരു ഭാഗത്താണ് അതിൻ്റെ സ്വിച്ച് കാര്യങ്ങളെല്ലാം പ്ലേസ് ചെയ്തിട്ടുള്ളത്. ഒരു ചെറിയ ഇൻഫോടൈൻമെന്റ് സിസ്റ്റം ഇവിടെ വന്നിട്ടുണ്ട്. റിവേഴ്സ് ക്യാമറ ഇതിനകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ല എന്നുള്ള ചെക്ക് ചെയ്യാം. കീ ഇതിനകത്ത് ഇല്ലാത്ത നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റുന്നില്ല. കമ്പനി ഇൻഫോടൈൻമെന്റ് സിസ്റ്റമാണ് ഇത് വരുന്നത്. AC വിൻഡും കാര്യങ്ങളെല്ലാം നല്ലൊരു പ്രീമിയം ക്വാളിറ്റിയിൽ ഒരു ബെൻസിൻ്റെ ഒക്കെ രീതിയിൽ വരുന്ന പിന്നെ AC വിൻഡൊക്കെയാണ് ഇതിനകത്ത് കമ്പനി ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഡാഷ്ബോർഡ് കാര്യങ്ങളെല്ലാം നല്ല വൃത്തിയിൽ നിൽക്കുന്നു, നല്ല സീറ്റ് കവറൊക്കെ ഇതിനകത്ത് വന്നിട്ടുണ്ട്. വേറെ കാര്യപ്പെട്ട നെഗറ്റീവ്സ് ഒന്നും ഇന്റീരിയർ ഭാഗത്ത് പറയാനില്ല. അത്യാവശ്യം മോഡലുള്ളൊരു വാഹനം ആയതുകൊണ്ട് തന്നെ അതിൻ്റേതായ ക്വാളിറ്റിയിൽ വാഹനം മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. എഞ്ചിൻ ബോഡിയും കാണിച്ചു തരാം. എഞ്ചിൻ ഭാഗത്തേക്ക് കിടക്കുകയാണെങ്കിലും പരിക്കോ കാര്യങ്ങളൊന്നുമില്ല, അപ്പുറം ഭാഗങ്ങൾക്കൊന്നും പരിക്കില്ല. 2024 6 മാസം റീപ്ലേസ് ചെയ്തിട്ടുള്ള പവർ സോണിൻ്റെ ബാറ്ററി എടുക്കുന്നു. വേറെ ഡാമേജും കാര്യങ്ങളൊന്നും കാണുന്നില്ല. ഈ സൈഡ് നോക്കുകയാണെങ്കിലും ഡാമേജ് കാര്യങ്ങളൊന്നുമില്ല, ഓയിൽ ലീക്കും കാര്യങ്ങളൊന്നുമില്ല. ബോണ്ടിൻ്റെ ഒക്കെ പേസ്റ്റിംഗ് ഒറിജിനൽ പേസ്റ്റിംഗ് ആണ് വന്നിട്ടുള്ളത്. ഗ്ലാസ് കാര്യങ്ങളൊന്നും മാറിയിട്ടില്ല എന്നുള്ള നമ്മൾ ഹ്യുണ്ടായിൻ്റെ സ്റ്റിക്കേഴ്സ് കാര്യങ്ങളെല്ലാം ഉള്ളതുകൊണ്ട് അത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും. വേറെ കാര്യപ്പെട്ട നെഗറ്റീവ്സ് കാര്യങ്ങൾ പരിക്ക് കാര്യങ്ങളൊന്നും ഇല്ലാത്ത നല്ല അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് നിൽക്കുന്ന ഹ്യുണ്ടായിൻ്റെ സാൻഡ്രോ സ്പോർട്സ് എന്ന വരുന്ന വളരെ ലോ കിലോമീറ്റർ ഓടിയിട്ടുള്ള ഒരു ആവറേജ് കിലോമീറ്റർ ഓടിയിട്ടുള്ള ഈ ഒരു വാഹനം സ്വന്തമാക്കാം. 4,25,000 രൂപ നെറ്റ് പ്രൈസോട് കൂടി ഓൾമോസ്റ്റ് ഒരു 4 ലക്ഷം വരെ നമുക്ക് ലോൺ സൗകര്യം ഈ ഒരു വാഹനത്തിനകത്ത് അവൈലബിൾ ആണ്. അപ്പോൾ ചെറിയൊരു ഡൗൺ പേയ്മെൻറ്റ് ഉണ്ടെങ്കിൽ ഈ ഒരു നല്ലൊരു അടിപൊളി ക്വാളിറ്റിയിൽ നിൽക്കുന്ന അത്യാവശ്യം മൈലേജ് പെർഫോമൻസ് കാര്യങ്ങളെല്ലാം ഉള്ള ലോങ് ഡ്രൈവിനൊക്കെ നല്ല യാത്രാ കംഫർട്ട് കാര്യങ്ങളെല്ലാം കിട്ടുന്ന ഈ ഒരു വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കാം. അതും 5 വർഷത്തെ മാസക്കാലയോടുകൂടി ഏകദേശം 9 സംതിങ് വെച്ചിട്ടാണ് ഇതിൻ്റെ EMI വരിക. അപ്പോൾ നമ്മുടെ ഇന്നത്തെ അവസാനത്തെ വാഹനം മാരുതിയുടെ മറ്റൊരു ഹാച്ച് ബാക്ക് സെഗ്മെൻറ്റ് വാഹനം മാരുതിയുടെ ബലേനോ 2018 മോഡൽ വരുന്ന സീറ്റ എന്ന വേരിയൽ സെക്കൻഡ് ഓണർഷിപ്പിൽ വെറും 43,000 കിലോമീറ്റർ ഓടിയുള്ള വാഹനം. KL 01 ട്രിവാൻഡ്രം രജിസ്ട്രേഷനിൽ ഫാൻസി നമ്പറൊക്കെ വരുന്നുണ്ട്.
12500 എന്നുള്ള ഫാൻസി നമ്പറൊക്കെ വരുന്ന നല്ല അടിപൊളി നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് നിൽക്കുന്ന റെഡ് കളറിൽ നിൽക്കുന്ന ഒരു വാഹനം. വെറും 43,000 കിലോമീറ്റർ മാത്രമേ ഈ ഒരു വാഹനം റൺ ചെയ്തുള്ളൂ. 18 മോഡൽ സീറ്റ എന്ന വേരിയൻ്റ് ആയതുകൊണ്ട് തന്നെ ഫുള്ളിൻ്റെ തൊട്ട് താഴെ നിൽക്കുന്ന വേരിയൻ്റാണ്. നമ്മൾ നേരത്തെ ഒരു അൽഫ എന്നുള്ള വാഹനം കാണിച്ചിട്ടുണ്ടായിരുന്നു, അൽഫ എന്നുള്ള വേരിയൻറ്റിൽ ഇരുന്ന വാഹനം കാണിച്ചിട്ടുണ്ടായിരുന്നു, ഗ്രേ കളറിൽ വരുന്നത്. അതിൻ്റെ തൊട്ട് താഴെ നിൽക്കുന്ന വേരിയൻ്റാണ് സീറ്റ എന്ന വേരിയൻറ്റ്. അൽഫക്കകത്തിരുന്ന ഒട്ടുമിക്ക ഫീച്ചേഴ്സും സീറ്റക്കകത്തും വരുന്നുണ്ട്. പ്രൊജക്ട് ഹെഡ് ലാമ്പാണെന്ന് വരുന്നത് അൽഫക്കകത്ത്, പക്ഷേ ഇതിനകത്ത് നോർമൽ ഹെഡ് ലാമ്പാണ് വരുന്നത്. പിന്നെ അതേപോലെ തന്നെ ഫോഗ് ലാംപ്സ് ഇതിനകത്ത് വരുന്നുണ്ട്, അലോയ് വീൽസ് വരുന്നുണ്ട്, മിറർ ഇൻഡിക്കേറ്റർ, മിറർ ഫോൾഡിംഗ് തുടങ്ങിയിട്ടുള്ള ഫീച്ചേഴ്സ് വരുന്നു, ഓട്ടോ ക്ലൈമറ്റ് AC, കമ്പനി സ്റ്റീരിയോ, അങ്ങനെ തുടങ്ങിയിട്ടുള്ള ബേസിക്കലി വേണ്ട ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. പുഷ് ബട്ടൺ സ്റ്റാർട്ട് വരുന്നുണ്ട്, സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് വരുന്നുണ്ട്, സ്റ്റിയറിംഗ് കൺട്രോൾസ് വരുന്നുണ്ട്, എയർ ബാഗ്, ABS, ബാക്ക് വൈപ്പർ, ഡിഫോഗർ ഒക്കെ സീറ്റ എന്നുള്ള വേരിയൻറ്റിനകത്തും വരുന്നുണ്ട്. റിവേഴ്സ് പാർക്കിംഗ് സെൻസർ വരുന്നുണ്ട്, റിവേഴ്സ് ക്യാമറയും ഇതിനകത്ത് വന്നിട്ടുണ്ട്. അങ്ങനെ സീറ്റും അൽഫയും തമ്മിൽ ചെറിയ ഫീച്ചേഴ്സിലുള്ള വ്യത്യാസം മാത്രമാണല്ലോ. മെയിൻ വ്യത്യാസം വരുന്നത് പ്രൊജക്ട് ഹെഡ് ലാമ്പും അതേപോലെ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റത്തിനകത്തും ചെറിയ വ്യത്യാസം വരുന്നുണ്ട്. അങ്ങനെ ചെറിയ മാറ്റങ്ങളോട് കൂടിയാണ് അൽഫ സീറ്റ എന്നുള്ള വാഹനങ്ങൾ രണ്ട് വേരിയൻസ് സെപ്പറേറ്റ് ചെയ്തിട്ടുള്ളത്. മാരുതി ഇന്ത്യയുടെ ഭാഗത്തേക്ക് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു അടിപൊളി സീറ്റ് അവർക്ക് അതിനകത്ത് അഡീഷണൽ ആക്സറീസ് ചെയ്തിട്ടുണ്ട്. സ്റ്റീരിയോ ചെറിയ പിന്നെ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി വരുന്ന ഡിസ്പ്ലേ വരാത്ത രീതിയിലുള്ള ചെറിയൊരു സ്റ്റീരിയോ ആണ് ഇതിനകത്ത് കമ്പനി കൊടുത്തിട്ടുള്ളത്. മറിച്ചത് അൽഫ ആയിരുന്നെങ്കിൽ ഒരു പിന്നെ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഒരു ഡിസ്പ്ലേ ഒക്കെ അതിനകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നാവിഗേഷനും കാര്യങ്ങളെല്ലാം വരുന്ന ഡിസ്പ്ലേ അതിനകത്ത് വരുമായിരുന്നു. റിവേഴ്സ് ക്യാമറ അഡീഷണൽ ആക്സറീസ് ആയിട്ട് മിററിൻ്റെ മുകളിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഡാഷ്ബോർഡ് കാര്യങ്ങളെല്ലാം നല്ല വൃത്തിയിൽ നിൽക്കുന്നു. വേറെ പാരിപ്പെട്ട പരിക്കോ ഡാമേജോ കാര്യങ്ങളോ ഒന്നും തന്നെ വന്നിട്ടില്ല. എഞ്ചിൻ ഭാഗം കൂടി കാണിച്ചു തരാം. ബലേനോ പെട്രോൾ ആയതുകൊണ്ട് 1.2 ലിറ്റർ വരുന്ന എഞ്ചിനാണ് ഇതിനകത്ത് വന്നിട്ടുള്ളത്. ഒരു 15 to 17 റേഞ്ചിൽ നമുക്ക് മൈലേജും പ്രതീക്ഷിക്കാവുന്ന ഒരു വാഹനം. ടയർ കണ്ടീഷൻ നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് 4 ടയേഴ്സും ഒരു ആവറേജ് ടയേഴ്സാണ് ഇതിനകത്തുള്ളത്. മഴ ചെയ്തുകൊണ്ടാണ് വെള്ളത്തിൻ്റെ പുള്ളികൾ നിൽക്കുന്നത്. എഞ്ചിൻ ഭാഗം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡാമേജോ കാര്യങ്ങളൊന്നുമില്ല, അപ്പുറം ഭാഗങ്ങൾക്കൊന്നും പരിക്കില്ല. ക്രോസ് ബമ്പർ കാര്യങ്ങൾക്ക് ഡാമേജ് ഇല്ല. 2022 റീപ്ലേസ് ചെയ്തിട്ടുള്ള അമറോണ്ട ബാറ്ററി നിൽക്കുന്നു. ക്രോസ് ബമ്പർ ഡാമേജ് ഇല്ല. ഈ ഒരു സൈഡ് പേസ്റ്റിംഗ് നോക്കുകയാണെങ്കിലും ഇവിടെയും ഡാമേജോ പരിക്കൊന്നുമില്ല, ഓയിൽ ലീക്കിംഗ് ഇല്ല. പേസ്റ്റിംഗ് കാര്യങ്ങളൊന്നും അയച്ചിട്ടില്ല. ഇഞ്ചസും ബോണ്ടും തമ്മിലുള്ള പേസ്റ്റിംഗ് ഒക്കെ സ്റ്റോക്ക് കണ്ടീഷനിൽ നിൽക്കുന്നു. ഒന്നും അയക്കുക മാറ്റമൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ നിൽക്കുന്ന ഈ ഒരു വാഹനം സ്വന്തമാക്കാം 6,10,000 രൂപ നെറ്റ് പ്രൈസോട് കൂടി. ഒരു 5,75 വരെ നമുക്ക് ഇതിനകത്ത് ഫിനാൻസ് സൗകര്യം അവൈലബിൾ ആണ്. 5 വർഷത്തെ മാസക്കാലയോട് കൂടി ഏകദേശം EMI 13 to 14 രൂപ റേഞ്ചിലാണ് ഇതിൻ്റെ EMI വരിക. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു 10-12 വാഹനങ്ങളാണ് കാണിച്ചിട്ടുണ്ടായിരുന്നത്. അതിനകത്ത് തന്നെ മാനുവലും പെട്രോളും ഡീസലും ഓട്ടോമാറ്റിക്കും എല്ലാം മിക്സ് ചെയ്തിട്ടുള്ള 7 സീറ്റും അടക്കം എല്ലാം മിക്സ് ചെയ്തിട്ടുള്ള വാഹനങ്ങളാണ് നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നത്. ഇനിയും ഒരുപാട് വാഹനങ്ങൾ നമ്മുടെ അടുത്ത് കാണിക്കാത്ത വാഹനങ്ങൾ ഏകദേശം 300ഓളം സ്റ്റോക്കുകൾ നമ്മുടെ അടുത്ത് സ്റ്റോക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. ഇതിനൊക്കെ ഫുൾ ഡീറ്റെയിൽസ് വാട്സാപ്പിനകത്ത് പോയി കഴിഞ്ഞാൽ കാറ്റലോഗിൽ മൊത്തം വാഹനങ്ങൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഏതെങ്കിലും വാഹനത്തിൻ്റെ സെപ്പറേറ്റ് വീഡിയോസോ ഫോട്ടോസോ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സെപ്പറേറ്റ് മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൽ കോൾ കേരള ഫിനാൻസ് ഫെസിലിറ്റിയും ഡെലിവറിയും കാര്യങ്ങളും എല്ലാം അവൈലബിൾ ആണ്. സെപ്പറേറ്റ് ഡീറ്റെയിൽസ് ഒക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് പേഴ്സണലി അയച്ചു തരുന്നതാണ്. വീഡിയോസ് കാര്യങ്ങളൊക്കെ സെപ്പറേറ്റ് എന്തെങ്കിലും ഡീറ്റെയിൽസ് വേണമെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും വാട്സാപ്പിനകത്ത് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കിട്ടും. കേരളത്തിൽ എവിടെ വേണമെങ്കിലും ഞങ്ങൾ ഡെലിവറി ചെയ്താൽ റെഡിയാണ്. കേരളത്തിൽ എവിടെ വേണമെങ്കിലും ഫിനാൻസ് കാര്യങ്ങളെല്ലാം അവൈലബിളും കൂടിയാണ്. അപ്പോൾ മറ്റൊരു വീഡിയോ വീണ്ടും signing out. Bye.